പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രാർത്ഥനാധ്വനിയോടുള്ള പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ഇന്ന് രാത്രി ദൈവജനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം എനിക്ക് ഒരു അവസരം ലഭിച്ച ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമേ തന്നെ ഇതിൻ്റെ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ദാനിയേൽ, മറ്റ് ഭാരവാഹികൾ, വിവിധ രാജ്യങ്ങൾ ദേശങ്ങളിലായിരിക്കുന്ന എല്ലാ വിശ്വാസ സഹോദരി സഹോദരന്മാരെയോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ക്രിസ്തീയ വന്ദനവും ഇന്ന് രാത്രി അറിയിക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഈ മാസത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗം ഫെയ്ത്ത്ഫുൾ സർവൻസ് ഓഫ് ഗോഡ് എന്നുള്ളതാണല്ലോ. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാർ എന്ന വചനം ആസ്പദമാക്കി ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ചിന്തയെ പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഇന്ന് രാത്രി ഞങ്ങൾ കടന്നു വരികയാണ്. അവിടുത്തെ വചനം ചിന്തിപ്പാൻ ഈ ദിവസങ്ങളിൽ ദൈവദാസന്മാരെ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. പ്രാർത്ഥനാധിനിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുന്ന കർത്താവേ, ദടിയങ്ങൾക്കും കേൾക്കപ്പെടുന്ന എല്ലാവർക്കും പ്രയോജനകരമായി തീരുവാൻ തങ്ങളുടെ ജീവിതത്തെ ഒന്നുകൂടെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവലോകനം ചെയ്യുവാനായിട്ട് ദൈവം കൃപ ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണം. അനേകർക്ക് അനുഗ്രഹമായി മാറുവാനിടയാകണം. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാർ എന്നുള്ള വിഷയമാണല്ലോ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു എന്ന ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ഉള്ള ഉപമകളിൽ 14-ാം വാക്യം മുതൽ ഉള്ള ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവൻ 5 താലന്ത്, ഒരുവന് 2, ഒരുവൻ 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. അത് വ്യാപാരം ചെയ്യുവാനായിട്ടാണ് അവരെ ഏൽപ്പിച്ചിരുന്നത്. 5 താലന്ത് ലഭിച്ചവൻ വേറെ 5 കൂടെ നേടി, 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 കൂടെ നേടി, എന്നാൽ 1 ലഭിച്ചവൻ അത് കുഴിച്ചിടുവാനായിട്ടിടയായി. എന്നാൽ കർത്താവ് അല്ലെങ്കിൽ ഈ പരദേശിയായ യജമാനൻ മടങ്ങി വന്നപ്പോൾ തന്റെ ദാസന്മാരോട് കണക്ക് തീർക്കുന്ന സമയമുണ്ടായി. അവർ ഏൽപ്പിച്ച താലന്തുകൾക്ക് നമ്മൾ കണക്ക് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ തിരിച്ചേൽപ്പിക്കേണ്ടതായ ഒരു ഉത്തരവാദിത്വം ഈ ദാസന്മാർക്കുണ്ട്. അപ്പോൾ 5 താലന്ത് കിട്ടിയവൻ യജമാൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു: യജമാനനെ, നീ എന്നെ 5 താലന്തല്ലോ ഏൽപ്പിച്ചത്, ഞാൻ 5 കൂടെ നേടിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ യജമാനോട് പറഞ്ഞൊരു ഒരു വാചകമാണ് നമ്മുടെ ചിന്താ വിഷയമായിരിക്കുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 താലന്ത് കിട്ടിയവനോടും ഇതേപോലെ തന്നെ പറഞ്ഞു: നല്ലവനും വിശ്വസ്തനായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാം. എന്നാൽ 1 താലന്ത് കിട്ടിയവൻ അത് കുഴിച്ചിടാനിടയായി. എന്നിട്ട് യജമാനൻ ചോദിക്കുമ്പോൾ പറയുന്നത് ഇതാണ്: നീ വിതയ്ക്കാത്തടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തിരുന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന വ്യക്തിയായകയാൽ ഞാൻ ഭയന്നിട്ട് അത് ഞാൻ കുഴിച്ചിട്ടു എന്ന് പറയാനിടയായി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, യജമാൻ പറയുകയാണ്, നീ അത് പലിശയ്ക്ക് കൊടുത്തിരുന്നെങ്കിൽ ഞാനത് പലിശയോടുകൂടെ അവരോട് വാങ്ങുമായിരുന്നു. അതുകൊണ്ട് അത് വാങ്ങി 10 താലന്ത് നേടിയവന് കൊടുക്കുവാൻ, ഉള്ളവന് വീണ്ടും കിട്ടത്തക്കതിലേക്ക് കൊടുക്കുവാനായിട്ട് യജമാനൻ കൽപ്പിക്കുവാനിടയായി. അപ്പം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് നിത്യതയിൽ അതിൻ്റെ കണക്ക് നമ്മൾ ബോധിപ്പിക്കേണ്ടവരായിട്ട് വരും. അത് മടക്കി ചോദിക്കുന്ന ഒരു ദിനമുണ്ട്. അപ്പം അതിനെ ആ വ്യാപാരം ചെയ്യുന്ന നിലയാണ്, അതിനുവേണ്ടിയാണ് നമുക്കത് ലഭിച്ചിരിക്കുന്നത്. ഈ നാളുകളിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളാകിയാൽ തൻ്റെ ശിഷ്യന്മാരോട് താൻ പറയുമ്പോൾ, താൻ വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ അല്ലെ ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവമക്കൾ എല്ലാവർക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട്. വിവിധ നിലകളിലായിരിക്കും എന്നുള്ളതാണ്.
ആ പ്രതിഫലം അല്ലെങ്കിൽ ആ കണക്കിൻ്റെ ബോധനം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിത്തീരും. നമ്മളെ വിളിച്ച കർത്താവിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ മോശ തന്നെ ആക്കി വച്ചിരുന്നതിലൊക്കെയും താൻ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു എന്ന് പറയുകയാണ്. അപ്പം നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് കർത്താവിൻ്റെ പാതയിൽ ആക്കി വച്ചിരിക്കുന്ന യേശുനാഥനെ കുറിച്ച് പറയുകയാണ്, അവനെ നിയമിച്ചാക്കിയവന് അവൻ വിശ്വസ്തനായിരുന്നു. നമുക്ക് കർത്താവിൻ്റെ ജീവചരിത്രങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. താൻ ലോകത്തിൽ കടന്നു വന്ന സമയം മുതൽ താൻ ആക്ഷേപിക്കപ്പെട്ടവനായി നിരസിക്കപ്പെട്ടവനായി മുന്നോട്ട് പോകുമ്പോഴും ദൈവം നിയമിച്ചാക്കിയ വിഷയത്തെ സംബന്ധിച്ച് യാതൊരു ചാഞ്ചല്യവും കൂടാതെ അത് വിശ്വസ്തയോടെ അടിയുറച്ച് നിന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാന നിമിഷം വരെ ഗത്സമനയിലെ തൻ്റെ ആ അതിവേദനയുടെ നടുവിലും വേണേൽ ഉപേക്ഷിച്ച് പോകാമായിരുന്നു മനുഷ്യൻ എന്നുള്ള നിലയിൽ. എന്നാൽ ആ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് താൻ എന്തിനു വേണ്ടി വന്നുവോ ആ ദൗത്യം പരാജയപ്പെടാൻ പാടില്ല. മാനവരാശിയെ മുഴുവൻ വീണ്ടെടുക്കുന്ന ആ പ്രക്രിയയിൽ തൻ്റെ വിശ്വസ്തത വെളിപ്പെടുത്തി ക്രൂശിൽ തൻ്റെ ജീവനെ താൻ നമ്മൾ സ്നേഹിപ്പാനിടയായി. പഴയ നിയമഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ മോശയെ സംബന്ധിച്ച് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. സംഖ്യാപുസ്തകത്തിൽ പറയുക, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിനൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അപ്പം മോശയെ സംബന്ധിച്ച് അവിടെ പറയുമ്പോൾ തനിക്കെതിരെ മിറിയാമും അഹരോനും ഒക്കെ എഴുന്നേറ്റ സമയത്ത് പറയുകയാണ്, തനിക്കെതിരായ എതിരാളികൾ എഴുന്നേറ്റപ്പോൾ കർത്താവ് തന്നെ വിളിച്ചാക്കിയ യഹോവയാ ദൈവം തന്നെ മോശയെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന കാര്യമാണ് നമ്മളിവിടെ കേട്ടത്. പറയുന്നത് ഇതാണ്, എൻ്റെ ദാസനായ മോശയോ. യോശുവയുടെ പുസ്തകം ആരംഭിക്കുമ്പോഴും അതാണ് നമ്മൾ കാണുന്നത്. എൻ്റെ ദാസനായ മോശ മരിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം ആ ദൈവത്തിൻ്റെ ആ ഉടമസ്ഥതയിലേക്ക് നമ്മളെ വിളിച്ചാക്കിയെങ്കിൽ നമ്മുടെ ഉടമസ്ഥത കൈമാറ്റം ചെയ്യപ്പെട്ടു. ആ കർത്താവിൻ്റെ വകയാണ് നമ്മളെന്നുള്ളതാണ്. അവനോടാണ് നമുക്കെന്തുള്ളത്? കണക്ക് ബോധിപ്പിക്കുവാനായിട്ടുള്ളത്. അവനോടാണ് നമുക്ക് കാര്യമുള്ളത് എന്ന് ഇന്ന് രാത്രി നമ്മൾ ഒന്നുകൂടെ ഓർക്കുന്നത് നന്നായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ സാധാരണ ദൈവമക്കളെയൊക്കെ നമ്മൾ പറയാം, ദാസി നമുക്ക് വിളിക്കാറുണ്ട്. എന്നാൽ അതിലുപരിയായി ദൈവം വിളിച്ച് വേർതിരിച്ച് തൻ്റെ തിരഞ്ഞെടുത്ത് വിളിച്ച് തൻ്റെ നിയോഗം നൽകിയ ദൈവദാസന്മാരെ കുറിച്ച് നമ്മളിവിടെ വായിക്കും. ശിഷ്യന്മാരെക്കുറിച്ച്, ദൈവത്തിൻ്റെ ദാസന്മാരെക്കുറിച്ച് ഒക്കെ വലിയ വളരെ ഉത്തരവാദിത്തപ്പെട്ട ദൗത്യം ഇതിനകത്ത് നമ്മൾ കാണുകയാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ആ ദൗത്യത്തോടെ, നമ്മളെ ആക്കി വച്ചിരിക്കുന്ന ദൗത്യത്തോട് നമ്മൾ എത്രമാത്രം ആഭിമുഖ്യം പുലർത്തുന്നു, അല്ലെങ്കിൽ എത്രമാത്രം അത് ശരിയാണെന്നൊക്കെ നമ്മൾ ചിന്തിക്കാനിടയാകുന്നത്. കുറവുകൾ നമുക്കുണ്ടാകാം, പക്ഷെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്കൊരാത്മാർത്ഥമായ ശ്രമം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പല നിലകളിൽ ദൈവത്തിൻ്റെ ദാസൻ ശുശ്രൂഷകന്മാരെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത അങ്ങനെയാണ്. അപ്പോൾ ഈ നാളുകളിലും ആരും ദൈവത്തിൻ്റെ വേലയിലേക്ക് സ്വയം കയറി വരുന്നവരല്ല, ഉണ്ടാകാം, പക്ഷെ അത് പരാജയപ്പെട്ടു പോകും. പക്ഷേ ദൈവം വിളിച്ചാക്കിയിട്ട് വരുന്നവരാണ് വാസ്തവത്തിൽ. എബ്രായ ലേഖനത്തിൽ എങ്ങനെയാണ് പറഞ്ഞത്? കർത്താവും തനിയെ വന്നതല്ല, പിന്നെയോ മഹാപുരോഹിതനെ നിയമിച്ചാക്കിയ അതുപോലെ തന്നെ ദൈവം അവനെ നിയമിച്ചാക്കിയതിലേക്കാണ് കർത്താവ് വന്നത്. അതുപോലെ കർത്താവ് നമ്മളെ എന്താ ചെയ്യുന്നത്? വിളിച്ച് തൻ്റെ വേലയ്ക്ക് ആക്കുകയാണ്. അപ്പം നമ്മൾ ദാസൻ എന്നുള്ള പദം പലപ്പോഴും ദൈവത്തിൻ്റെ ദാസന്മാരെടുത്ത് ഉപയോഗിക്കുക നമുക്ക് കാണാനായിട്ട് കഴിയും. ശിഷ്യന്മാരെന്നുള്ള പദം ശരിയാണെങ്കിലും ദാസൻ എന്നുള്ള പദം എടുത്ത് ഉപയോഗിക്കാനായിട്ടാണ് അവരെപ്പോഴും താല്പര്യപ്പെടുന്നത്. പത്രോസിൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 1 കാണുന്നുണ്ട്, യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്. ദാസന് ചില യജമാനോട് ചില കടപ്പാടുകളുണ്ട്, യജമാനോട് ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. അതാണ് അവിടെ കാണിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ ദാസൻ അപ്പോസ്തലനാണ്, അതേസമയത്ത് യേശുക്രിസ്തുവിൻ്റെ ദാസനാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞു. പത്രോസ് അവൻ്റെ ലേഖനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. അപ്പോൾ പത്രോസ് യോഹന്നാനും ഒക്കെ ഒന്നിച്ച് കർത്താവിനോട് പോകുമ്പോൾ യാക്കോബും യോഹന്നാനും ഒക്കെ ഒരാഗ്രഹമുണ്ടായി, ഞങ്ങൾക്ക് വലിയവനാകണം. ആരാണ് ദൈവത്തിൻ്റെ രാജ്യത്ത് ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്നാമനാകുവാൻ ശ്രമിക്കുന്നത് അവർ ഒടുക്കത്തവനായി മാറാനിടയാണ്. അപ്പോൾ നിങ്ങൾ ദാസനായെങ്കിൽ മാത്രമേ നിങ്ങളെ ദൈവത്തിൻ്റെ ആ പരിഗണനയിലേക്ക് വരാൻ കഴിയുള്ളൂ. അപ്പോൾ ആ ടീച്ചിങ്ങൊക്കെ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകാം. മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തു തൻ്റെ അവസാന നാളുകളിൽ തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകുവാൻ അവർക്ക് മാതൃകയായി നിന്ന് തൻ്റെ ഔന്നത്യത്തെ വെളിപ്പെടുത്തുവാനായിട്ടിടയായി തീർന്നു. അതുകൊണ്ടും
ആ ദാസത്വത്തെ സംബന്ധിച്ച് അവർ ഏറ്റവും ഉന്നതമായ കാഴ്ചപ്പാടാണ് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ദൈവത്തിൻ്റെ ദാസന്മാരിൽ ദൈവം പകർന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. എന്നെയും താങ്കളെയും അല്ലെങ്കിൽ കേൾക്കുന്നവരെയൊക്കെയും കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉന്നതമായ ഒരു വിളിയാണ്. അതിൽ ഉള്ളടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ശുശ്രൂഷ വലുതാണ്. അതിനെ ആ നിലയിൽ തന്നെ ചെയ്തെങ്കിൽ മാത്രമേ, വിശ്വസ്തയോടെ ചെയ്തെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൻ്റെ നമുക്ക് പ്രതിഫലത്തിന് അർഹതയുള്ളൂ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളിക്ക് ഓഹരിക്കാരായി നാം മാറിയുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും ദാസനായ യാക്കോബ് യൂദയെ സംബന്ധിച്ചത് പറഞ്ഞ യൂദ ലേഖനത്തിൽ എഴുതിയിരിക്കുകയാണ്, യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ. യാക്കോബിനെ കുറിച്ചും യൂദയെക്കുറിച്ചും ഒക്കെ നമുക്ക് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരങ്ങളെന്നാണ്. കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ അവർ ശിഷ്യന്മാരായി മാറിയിരുന്നുണ്ടായിരുന്നില്ല. ഇവരാണ് കർത്താവിനോട് പറഞ്ഞത്, നീ ആളാകാൻ നോക്കുകയാണെങ്കിൽ യെരൂശലേമിൽ ചെന്നിട്ട് അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ കാണിക്കുന്നു പറഞ്ഞവൻ. അതുപോലെ തന്നെ മാതാവിനോട് കൂടെ ചെന്ന് കർത്താവിനെ ബേൽസൂവിലുണ്ട് അല്ലെങ്കിൽ ഒരു ഭ്രാന്തുണ്ടെന്ന് പറഞ്ഞ കൂട്ടത്തിലുണ്ടായിരുന്ന സഹോദരങ്ങൾ കർത്താവിൻ്റെ ക്രൂശുമരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ യേശുവിൻ്റെ ശിഷ്യന്മാരായി മാറുകയും ദാസന്മാരായി മാറുകയും അവർ സഹോദരൻ എന്നുള്ള ഭൗതിക ജഡിക ബന്ധത്തിലല്ല താങ്കൾ ആഗ്രഹിക്കുന്നത് അവനെയോ യേശു ക്രിസ്തുവിൻ്റെ ദാസൻ. അതിൻ്റെ വില അവർ തിരിച്ചറിഞ്ഞു. അവർക്കും സ്വന്തം സഹോദരനായ ഭൗതികമായി എണ്ണുമ്പോഴും അവരെണ്ണുകയാ, ഞങ്ങൾക്ക് നിത്യജീവൻ ഞങ്ങളെ അവകാശികളാക്കിയത് ഈ യേശു ക്രിസ്തുവാണ്, അവൻ ദൈവപുത്രനാണെന്ന് അംഗീകരിക്കുക ചെയ്തത്. അതുകൊണ്ട് പറയുക, അവൻ്റെ ദാസനാണ് ഞങ്ങളെന്ന് പറയുക. റോമാലേഖനത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ പറയുമ്പോൾ പൗലോസിനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുക, ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തൻ്റെ പ്രവാചകൻ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ പൗലോസ്. വേർതിരിച്ച് വിളിക്കപ്പെട്ടവനാണ്. അവനാരാണ്? ദാസനായി വിളിക്കപ്പെടുക. ലോകപ്രകാരം ഉന്നതനായിരുന്നവൻ. നമുക്ക് ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. യഹൂദമതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നിലയിൽ അവനെ ബഹുമാനിക്കപ്പെടേണ്ട നിലകളിൽ ആയിരുന്നവനാണ്. പക്ഷെ അവൻ പറയുകയാണ്, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം തികഞ്ഞു വന്നപ്പോൾ, കർത്താവിൻ്റെ വെളിപ്പാട് ദർശനം പ്രാപിച്ചു കഴിഞ്ഞവൻ പറയുക, ഞാൻ യേശുവിൻ്റെ ദാസനാണ്. കർത്താവിൻ്റെ മുമ്പാകെ നമ്മളെ താഴ്ത്തി കൊടുക്കുന്ന, അവനെ ശുശ്രൂഷിപ്പാൻ, അവൻ പറയുന്നത് ചെയ്യുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദാസന്മാരായി നമ്മളെ കർത്താവ് രാത്രി തിരഞ്ഞെടുത്തിരിക്കുക. അത് ഒരു താഴ്ന്ന പദവിയല്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഓരോന്നെടുത്താൽ ഒത്തിരി കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സമയം പോകാനുള്ളത് കൊണ്ട് പോകും എന്നുള്ള ഭയത്താൽ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ഞാൻ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ ഒന്നിൽ കൂടെ ഇവിടെ പറയുകയാണ്, യേശു കർത്താവ് തൻ്റെ ശിഷ്യനായ യോഹന്നാന് ഭാവി സംഭവങ്ങളെ സംബന്ധിച്ച് വെളിപ്പാട് നൽകുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുക, വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. വേഗത്തിൽ സംഭവിക്കാൻ പോകുന്ന എന്നത് പീഡനങ്ങളുടെ ക്രൂരതയുടെ നടുവിൽ സഭയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് വിഷണരായിരിക്കുന്ന ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാനായിട്ട് യോഹന്നാന് കൊടുക്കുന്ന ആ വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത്. അപ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ ദാസന്മാരെ അറിയിക്കേണ്ടതിന്. ആമേൻ, ഹല്ലേലൂയ. അപ്പം നമ്മളെയും കർത്താവ് ചിലത് ഏൽപ്പിക്കുന്നത് ദൈവമക്കളെ അറിയിക്കുവാനായിട്ട്, വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുവാനായിട്ട് ഉത്സാഹമുള്ളവരായി മാറുകയും വേണം. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമത്തിൽ അനേക പേരുകൾ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. ചിലത് ഞാനൊന്ന് പറയാം. കർത്താവിൻ്റെ ദാസൻ 2 തിമോത്തിയോസ് 2:24 പറയുക, കർത്താവിൻ്റെ ദാസൻ. അവരെങ്ങനെയൊക്കെയാ? ശാന്തികളാത്തവരായിരിക്കണം, ശാന്തതയുള്ളവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം, ദോഷം പ്രസംഗിപ്പാൻ സാമർഥ്യമുള്ളവരായിരിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാം. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ അവൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുകയാണ്. അത് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം. അടുത്തത് മറ്റ് വിശദീകരണം വരുന്നത് കൊണ്ട്, വ്യക്തമായ ചില വിശദീകരണം വരുന്നത് കൊണ്ട് ഞാനിവിടെ ആ വാക്കിൽ നിൽക്കുന്നില്ല. ഇപ്പം നമ്മൾ കാണുകയാണ് 1 കൊരിന്ത്യർ 4:1 കാണുക, ക്രിസ്തുവിൻ്റെ ദാസൻ. പിന്നെ നമ്മൾ കാണുന്നു ലൂക്കോസ് സുവിശേഷം 1:1 കാണുക, വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ. ലൂക്കോസ് സുവിശേഷം എഴുതുമ്പോൾ പറയുന്നുണ്ട്,
തെയോഫിലസിന് എഴുതുമ്പോൾ പറയുകയാണ്, ദൈവത്തിൻ്റെ വചനത്തിന് ശുശ്രൂഷകരാൻ നമ്മൾ ഏൽപ്പിച്ചു തന്ന ജീവചരിത്രത്തെ സംബന്ധിച്ച് പറയുക, കർത്താവിനെ സംബന്ധിച്ച് അതിന് സൂക്ഷ്മമായി പഠിച്ച കാര്യത്തെക്കുറിച്ച് പറയുക. അപ്പം വചനസംബന്ധമായി ശരിയായ ഒരു കാര്യമാണ് താൻ എഴുതുന്നത് വെളിപ്പെടുത്തുമ്പോൾ താൻ പറയുകയാണ്, വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ നമ്മളെ ഫലമേൽപ്പിച്ച. അപ്പം ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച് ദൈവം തെരഞ്ഞെടുത്ത ദാസന്മാരെ കുറിച്ച് പറയുകയാണ്, അവർ വചനത്തിൻ്റെ ശുശ്രൂഷകരാണ്. പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാണെന്ന് പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ 3:6 പറയുന്നു പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകന്മാർ. പഴയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ പ്രത്യേകത അത് മാറിപ്പോകുന്നതാണ്, അല്ലേ? എന്നാൽ ഇവിടെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ അത് തേജസ്സിൻ്റെ ശുശ്രൂഷയാണ്, അത് നിലനിൽക്കുന്ന ശുശ്രൂഷയാണ്. അതിനായിട്ടാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു പദം ദൈവകൃപയുടെ ഗൃഹവിചാരകന്മാർ. അത് വളരെ ഗഹനമായിട്ടുള്ള ചില ഒരു വെളിപ്പെടുത്തലാണത്. 1 കൊരിന്ത്യർ 4:1-2 വാക്യങ്ങളാണ്. അവിടെ പൗലോസ് ഇങ്ങനെ പറയുകയാണ്, കൊരിന്ത്യരോട് പറയുകയാണ്, കൊരിന്ത്യരുടെ ആക്ഷേപ സാഹചര്യങ്ങളിൽ അവരോട് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനമാക്കി താൻ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകന്മാരും ദൈവത്തിൻ്റെ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. അപ്പം ദൈവിക മർമ്മങ്ങളുടെ ഗൃഹവിചാരന്മാർ, ദൈവിക രഹസ്യത്തെ ദൈവിക ഭവനത്തിൽ വെളിപ്പെടുത്തി അവരെ അതിൽ നടത്തിക്കൊണ്ടുപോകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വിചാരകന്മാരാണ്, ദാസന്മാരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നിട്ട് പിന്നെ തൊട്ടടുത്ത വാക്യത്തിൽ പറയുകയാണ്, ഈ ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. നമ്മുടെ ഇന്നത്തെ വിഷയം അത് തന്നെയാണ്, വിശ്വസ്തന്മാരായ ദൈവദാസന്മാരെന്നുള്ളതാണ്. അവിടെ പറയുക ഗൃഹവിചാരകന്മാർ നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് വിളിച്ചതല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദൈവിക കുടുംബത്തിൻ്റെ ദൈവിക ഭവനത്തിൻ്റെ ക്രമീകരണത്തിന് വേണ്ടി വിളിച്ചവരാണ്. അത് കർത്താവ് എന്താണോ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കുന്നവരായി മാറണം. അതിന് പ്രത്യേക പ്ലാനും പദ്ധതിയും ഒക്കെ ഉണ്ട്. മോശയെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, അവർ കൂടാരത്തിൻ്റെ സീനായി മലയിൽ വെച്ച് സമാഗമന കൂടാരത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു കൊടുത്തു. അതേപോലെ തന്നെ അവൻ പണിയിപ്പിച്ചു അല്ലെങ്കിൽ പണിതു എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. യഹോവ കൽപ്പിച്ചതുപോലെ തന്നെ അവനത് ചെയ്തു. അവസാനം വരുമ്പം പുറപ്പാടിൻ്റെ അവസാനം വരുമ്പം കാണുന്ന ഇങ്ങനെയാണ്, അവൻ അതുപോലെ ചെയ്തതുകൊണ്ട് പണി തീർന്നു കഴിഞ്ഞപ്പോൾ തന്നെ സമയം വൈകിയില്ല, ദൈവതേജസ് അതിന്മേൽ ഇറങ്ങുവാനിടയായി. ആമേൻ, ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അനുശാസിച്ചിരിക്കുന്നത് നാം അപ്രകാരം നമ്മളെ ഏൽപ്പിച്ച ദൗത്യത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്മേൽ ദൈവതേജസ് ഇറങ്ങുവാനിടെ നമുക്കൊരു പക്ഷേ ബാഹ്യ കണ്ണാൽ കാണാൻ കഴിയുന്നതായിരിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞതുപോലെ പുതിയ നിയമ ശുശ്രൂഷ തേജസ്സിൻ്റെ ശുശ്രൂഷയാകയാൽ അതിന്മേൽ ദൈവിക സാന്നിധ്യം വെളിപ്പെടുക തന്നെ ചെയ്യും. അത് നമ്മൾ മറന്നു പോകരുത്. ഒരുപക്ഷെ അതുകൊണ്ട് നമ്മളതിനെ നിസ്സാരവൽക്കരിക്കുവാനായിട്ടല്ല, നമ്മുടെ പ്രവർത്തനങ്ങളെ ഒന്ന് വിശകലനം ചെയ്തിട്ട് സൂക്ഷ്മതയോടെ ഗൗരവത്തോടെ ചെയ്യുവാനായിട്ട് നമ്മൾ ഉണർത്തുവാനായിട്ട് ഇന്നത്തെ രാത്രിയുടെ ചിന്ത നമുക്ക് ഉപോത്ബലകമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു വീണ്ടും ചില ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നുണ്ട്, ഒരുങ്ങിയിരിപ്പിനെന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ. അവിടെ പറയുന്നത് ഒരു കാര്യം ഇതിങ്ങനെയുണ്ട്. ഒരുവൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ വേലക്കാരെ അവർക്ക് കാര്യവിചാരന്മാരെ കൊടുത്ത് അവരെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ പറയുകയാണ്, തക്ക സമയത്ത് ആഹാരം വീതിച്ചു കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേൽ ആക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആര്? യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്ത് കാണുന്നവൻ ഭാഗ്യവാൻ, തനിക്കുള്ള സകലത്തിനും അവനെ വിചാരകനാക്കും. അപ്പോൾ എപ്രകാരം ചെയ്യണമെന്നാണോ യജമാനൻ പറഞ്ഞത് അതുപോലെ ചെയ്ത് കാണുന്നവൻ. എന്നാൽ യജമാനൻ താമസിക്കുന്നത് കണ്ടുകൊണ്ട് വേലക്കാരെ അടിക്കാനും ഇവനെ ബോധിച്ച പോലെ ചെയ്യുവാനും തുനിഞ്ഞാൽ അവൻ വിശ്വസ്തതയ്ക്ക് ഭംഗം വരികയാണ്, അവനേറെ അടികൊള്ളുവാനായിട്ട് ഇടയായി തീരും എന്നും കൂടെ കർത്താവ് അവിടെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിൻ്റെ വേലയ്ക്കായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. ഈ കാലഘട്ടങ്ങൾ വളരെ ദുരുപദേശങ്ങളും വളരെ നിരാശാജനകമായ കാര്യങ്ങളൊക്കെ സഭകളുടെ ബന്ധത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിനൊത്തോണം നിൽപ്പാൻ നമ്മളെ തന്നെ ഈ നാളുകളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ചുറ്റുപാടുകളും എങ്ങനെയുമായിക്കൊള്ളട്ടെ, പക്ഷെ നമ്മളെ വിളിച്ചിരിക്കുന്നത് വിശ്വസ്തയോടെ നിൽപ്പാനായിട്ടാണ് എന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അടുത്ത ഒരു കർത്താവിൻ്റെ വേലക്കാരെ സംബന്ധിച്ചുള്ള പദം വളരെ കൃത്യമാണ്, വളരെ സൂക്ഷ്മമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനപതികൾ എന്നുള്ളതാണ്. 2 കൊരിന്ത്യർ 5:20 കാണുന്നത്. ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവീൻ എന്ന ക്രിസ്തുവിന് വേണ്ടി അപേക്ഷിക്കുന്നു. ഇപ്പം അംബാസഡർമാരെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യക്ക് അംബാസഡറുണ്ട്, അമേരിക്കയിലുണ്ട്, അമേരിക്കയ്ക്ക് അംബാസഡർ ഇവിടെയും ഉണ്ട്.
അവർ പ്രതിനിധീകരിക്കുന്ന അവരവരുടെ രാജ്യത്തെയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ അംബാസഡർമാരായി കർത്താവ് നമ്മളെ നിയമിച്ചിരിക്കുമ്പോൾ ക്രിസ്തുവിന് പകരം, ആ രാജ്യത്തിന് പകരം, നമ്മളെ നിയമിച്ചവന് പകരം ഇവിടെ നമ്മൾ അംബാസഡറായിരിക്കുക. ആ ക്രിസ്തുവിനോട് നിരന്നുകൊള്ളുവീനെന്ന് പറയുകയാണ്. അതിന് 4 കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. എന്നറിയാം, അവിടെ ഒന്ന്, നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചവരായിരിക്കണം, പുതിയ സൃഷ്ടിയായി തീർന്നവരായിരിക്കണം. 2 കൊരിന്ത്യർ 5:17 നമ്മൾ കാണുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, ടു ബി കൺവേർട്ടഡ് ആയിരിക്കണം, അവൻ മനസ്സാന്തരപ്പെട്ടവനായിരിക്കണം, പുതിയ സൃഷ്ടിയായി മാറിയവനായിരിക്കണം. 2, അവൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതനായി മാറിയവനായിരിക്കണം. ആത്മാക്കളെ നേടുവാൻ, പാപിയാവിനെ കർത്താവിലേക്ക് നടത്തുവാൻ, ഒരാത്മഭാരമുള്ളവനായി മാറുവാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിറഞ്ഞവനായിരിക്കണം. ആ സ്നേഹത്തിന് നിർബന്ധമുള്ളവനായിരിക്കണം. അപ്പം അത്രമാത്രം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനായി മാറിയവന് മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. 3-ാമത്തെ കാര്യം, അവൻ കോൺസെക്രേറ്റഡ് ആയിരുന്നു. കാരണം കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. കർത്താവ് മരിച്ചപ്പോൾ നാമും കർത്താവിനോടുകൂടെ മരിച്ചു. അവന് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ കർത്താവിന് വേണ്ടി ജീവിച്ചിരിക്കുന്നവന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പണം ചെയ്തവനായി മാറണം. ആ ഒരു കാര്യം വളരെ പ്രസക്തമായൊരു കാര്യമാണ്. 4-ാമത്തെ കാര്യം, ഈ കർത്താവിനാൽ നാം നിയോഗിക്കപ്പെട്ട അയച്ചവനായി മാറണം. നിരപ്പിൻ്റെ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടവരായിരിക്കുന്നു അവിടെ പറയുന്നത് 20-ാം വാക്യത്തിൽ. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പം നിരപ്പിൻ്റെ ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടവരാണ്. അപ്പം നമ്മളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ദൈവത്തിങ്കൽ നകന്നുപോയ സമൂഹത്തെ, ജനതയെ കർത്താവിലേക്ക് ക്രിസ്തുവിലൂടെ അടുപ്പിക്കുവാനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദാസന്മാരാണ് ദൈവദാസന്മാരും ദൈവമക്കളും. ദൈവമക്കളെ സംബന്ധിച്ച് അവർക്കുണ്ട് ശുശ്രൂഷ. പക്ഷേ എങ്കിലും ദൈവദാസന്മാരെ സംബന്ധിച്ചുള്ള ശുശ്രൂഷ രംഗത്തേക്ക് വിളിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദേ ആർ സ്പെഷ്യലി കോൾഡ് എന്നാണ്. പ്രത്യേകമായി വിളിക്കപ്പെട്ടവരാണ്. ഈ ദൗത്യം ഫലമേൽപ്പിക്കപ്പെട്ട ദൈവിക മർമ്മങ്ങളുടെ കാര്യ വിചാരകന്മാരാണെന്നാണ് പറയുന്നത്. അത് ചെറിയ കാര്യമല്ല. നമുക്ക് ട്രഷറി കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ സാധാരണക്കാരെ ആക്കത്തില്ല. അത് ഗവൺമെൻറ്റിൻ്റെ അപ്പോയിൻറ്റഡ് മാൻ ആയിരിക്കും, ട്രഷറി ഓഫീസർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം അതുപോലെ നമ്മളെ ഓരോരുത്തരെയും നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ ട്രഷറിയുടെ ഓഫീസേഴ്സാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമ്മളത് ചെയ്യുവാൻ അധികാരവും കൂടെ പകർന്നിരിക്കുന്നവരാണ്. കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യമാക്കുവാനും അത്ഭുതം ചെയ്യുവാനും പ്രസംഗിപ്പാനും ഒക്കെയുള്ള അധികാരം കൊടുത്തു എന്ന് അവിടെ കാണുന്നത്. അപ്പം ഈ ദാസന്മാർ, കർത്താവിൻ്റെ ദാസന്മാർ അധികാരമുള്ളവരും കൂടെയാണ് എന്ന് നമ്മൾ ഇന്ന് രാത്രി മറന്നു പോകരുത്. 7-ാമത്തെ ഒരു പേര് ഇതാണ്, ദൈവത്തിൻ്റെ മനുഷ്യൻ. ഹീസ് ദ മാൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മനുഷ്യൻ എന്നാണ്. തിമോത്തിയോസ് 6-ാം അധ്യായത്തിന് 11-ാം വാക്യത്തിൽ പറയും, നീ ദൈവത്തിൻ്റെ മനുഷ്യനാകൊണ്ട്, ദൈവത്തിൻ്റെ പ്രതിപുരുഷനാകൊണ്ട്, അംബാസഡർ ആകൊണ്ട്, നീ എന്നെ വിളിച്ചു ദൈവത്തിൻ്റെ വകയായി നിന്നെ ദൈവം ആക്കി തീർത്തത് കൊണ്ട് നീയോ, അവിടെ പറയുക, ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളൂവേ. അത് ദിവ്യാഗ്രഹം വിട്ട്, ആദായസൂത്രമായിരിക്കുന്ന ദിവ്യാഗ്രഹം വിട്ട് ഓടി നീതി, ദൈവത്തിൻ്റെ നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. ദൈവവേലയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെ അവിടെ പറയുകയാണ്. ദൈവത്തിൻ്റെ നീതി, ദൈവം നോക്കുമ്പോൾ ദാവീദ് പ്രാർത്ഥിക്കുന്ന, കർത്താവേ, ലോകം പലതും എന്നെ പറയുന്നുണ്ട്, എന്നാൽ നിന്റെ നീതി പ്രകാരം നീ എന്നെ ഒന്ന് വിധിക്കണമേ. നമുക്കങ്ങനെ പറയാൻ. ഭക്തി, ദൈവത്തിലുള്ള ഭക്തിയോടെ ദൈവം നമ്മെ സ്നേഹിച്ച അതേ സ്നേഹത്തെ അതിന് റെസ്പോണ്ട് ചെയ്യുന്നവനാണ്. ആ ഭക്തിയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. വിശ്വാസം, സ്നേഹം, സൗമ്യത, അനേകരെ വീണ്ടെടുക്കുവാനുള്ള ശ്രമം. നാളെയും അവൻ ഒരുപക്ഷെ രക്ഷിക്കപ്പെടുമോ എന്ന് വീണ്ടും ക്ഷമയോടെ കാത്തിരിപ്പാൻ, ചില സഹനശക്തിയോടെ കാത്തിരുന്ന് അതിനുവേണ്ടി നേടിയെടുക്കുവാനുള്ളൊരു ദീർഘക്ഷമയുടെ എൻഡ്യൂറൻസ് ഒരു പവറും കൂടെ നമുക്ക് തരുന്ന സൗമ്യതയുടെ ദൈവം നമുക്ക് തരുന്നത്. ഇത്തരം കാര്യങ്ങളിലൂടെ ഒക്കെ ദൈവം നമ്മെ മെനയുക. ഒരുപക്ഷെ നമുക്കിതൊന്നും അറിയത്തില്ലായിരിക്കും വ്യക്തിവരാൻ നോക്കുമ്പോൾ. എനിക്ക് ഒരുപക്ഷെങ്കിൽ പെട്ടെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ കടന്നു പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ നമ്മളെ ധരിപ്പിക്കുവാൻ ദൈവം ശക്തനായതുകൊണ്ട് നമുക്കില്ലാതിരുന്ന ആ സ്വഭാവ പ്രക്രിയയിലേക്ക് ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുക. നമ്മളെ വിളിച്ചതിൽ കൂടെ തന്നെ അതിനാവശ്യമായ ദൈവകൃപ നമ്മളിൽ പകരുക. അത് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അത് യാഥാർത്ഥ്യം. മനുഷ്യൻ്റെ അസാധ്യമായത് സാധ്യമാക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അത്ഭുത കരം വചനത്തിലൂടെ നമ്മളിൽ പ്രവർത്തിക്കപ്പെടുവാനായിട്ടിടയായിത്തീരുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷയുടെ ചില ഘട്ടങ്ങളിലേക്ക് നമ്മൾ കടന്നു വരാം. ദൈവത്തിന് സ്തോത്രം. പുതിയ നിയമ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ച് കർത്താവ് പ്രത്യേകാൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ദൈവത്താൽ, ക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ടവർ അത് സഭയ്ക്കുള്ള, ദൈവസഭയ്ക്കുള്ള ദാനമാണ്. ലോകത്തോട് നോക്കുമ്പോൾ അവർ അംബാസഡേഴ്സാണ്. ആമേൻ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിലാണ് അതിൻ്റെ ആ കാര്യങ്ങളെ വിവരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
എഫെസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുകയാണ്, അവിടെ നമ്മൾ കാണാൻ 4 കൂട്ടരെ നമുക്ക് പ്രത്യേകം കാണാനായിട്ട് കിട്ടും. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഈ 5 വിധത്തിലുള്ള ശുശ്രൂഷ പുതിയ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ നൽകി തന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, നമ്മൾ പറഞ്ഞില്ല, കർത്താവ് പറഞ്ഞു നിയമിച്ചാക്കി വെച്ചിരിക്കുന്ന വിശ്വസ്തതയെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്നത്തെ ചിന്ത. അതിന് ഉപോദ്ബലകമായ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കി. മോശ വിശ്വസ്തനായിരുന്നു, കർത്താവ് വിശ്വസ്തനായിരുന്നു. പിന്നെ കർത്താവ് ഇങ്ങനെ തൻ്റെ ഉപമയിലൂടെ പറഞ്ഞു, തന്നാക്കി വെക്കുന്ന ദാസന്മാർ വിശ്വസ്തരായിരിക്കണം. പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാർ എന്തായിരിക്കണം? അവരിൽ അന്വേഷിക്കുന്നത് വിശ്വസ്തതയാണ് എന്ന് പറയുക. അപ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ പദവികളിൽ നമ്മൾ വൃഥാ അഭിമാനികളാകാതെ, മറിച്ച് നമ്മളതിൽ വിശ്വസ്തത ഉള്ളവരാണോ എന്ന് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കണം. അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അല്ലെ, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നുവോ എന്ന് ചോദിക്കുന്നത് പോലെ നമ്മളാക്കി വച്ചിരിക്കുന്ന ആ പദവിയിൽ, ആ ഒരു ദൈവിക ലീഡർഷിപ്പിൽ കൃത്യതയോടെ നമ്മൾ ചെയ്യുന്നവരാണോ എന്ന് ഇന്ന് രാത്രി ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് പരിശോധിക്കാനായിട്ട് ഇടയായിത്തീരും. അതിന് 4-ാം അധ്യായത്തിൻ്റെ അവസര 4-7 കാണുമ്പോൾ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. സഭയിലെ ഓരോ ആളുകൾക്കും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അളന്നു തന്നിരിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ അളവുണ്ട്. അതിനനുസരിച്ചുള്ള ദൈവിക ദാനവും നമുക്ക് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ശുശ്രൂഷ ചെയ്യാനായിട്ടായിരിക്കാം, പ്രാർത്ഥിക്കാനായിട്ടായിരിക്കും, ചില കൃപാവരങ്ങളായിരിക്കാം, സഹായം ചെയ്യുവാനുള്ളതായിരിക്കാം, പരിപാലനപരമായിരിക്കും. ഇങ്ങനെയുള്ള പല നിലകളിലുള്ള ശുശ്രൂഷകൾ ദൈവസഭയിലുള്ള ദൈവജനത്തിന് ദൈവം തന്നിട്ടുണ്ട്. എന്നാൽ സ്പെഷ്യലി കോൾഡ് ആയിട്ടുള്ളവരെ സംബന്ധിച്ച് പറയാം, ദൈവത്തിൻ്റെ ദാനമാണ്. ആ വ്യക്തികളെ സംബന്ധിച്ച്, ആ ഓഫീസിനെ സംബന്ധിച്ച് പറയാം, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അവർ പറയുക. അവരിലൂടെ പ്രത്യേകമായ ശുശ്രൂഷ കർത്താവ് നിയോഗിച്ചിട്ടുണ്ട്. എന്താണെന്നും കൂടെ നമുക്ക് വിശകലനം ചെയ്ത് പഠിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇത് കർത്താവ് തരുന്നപ്പോഴാണെന്നറിയാമോ? കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ കടന്ന് നമ്മുടെ പാപത്തിന് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് അസെൻഡഡ് ക്രൈസ്റ്റ്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു നമുക്ക് തന്ന ദാനം. അതുകൊണ്ട് അവിടെ പറയുന്നത് 8-ാം വാക്യത്തിൽ പറയാം, ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. അതായത് ഒരു ജയാളിയാകുന്ന രാജാവ് ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകും. ആ ദേശത്തെ കീഴടങ്ങിയവരെ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകും. പക്ഷെ തൻ്റെ സ്വന്തം ജനത്തിന് എന്ത് ചെയ്യുന്നത്? തന്നോട് അധ്വാനിച്ച പട്ടാളക്കാർക്ക്, മറ്റു ജനങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ സ്വീറ്റ്സ്, ദാനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇടയായിത്തീരും. അതുപോലെ കർത്താവ് നമ്മുടെ ഈ ലോകത്തിലെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച സാത്താനെ ജയിച്ച് അവരെ ബദ്ധന്മാരാക്കിയ ശേഷം തൻ്റെ ജനത്തിന് അതുമൂലം വീണ്ടെടുക്കപ്പെടാനുള്ള ജനത്തിന് താൻ സമ്മാനം കൊടുക്കുകയാണ്, ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അവൻ ഉയരത്തിലായിരുന്നവൻ താഴേക്ക് വന്നിട്ട് വീണ്ടും അവൻ ഉയരത്തിലേക്ക് കയറി. അതിനിടയ്ക്ക് ചില കാര്യങ്ങളെ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് നിവർത്തിച്ചു. എന്നിട്ട് താൻ നമുക്ക് സമ്മാനമായി തരുന്ന ആ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ഇന്ന് രാത്രി ബാക്കിയുള്ള സമയം ചിന്തിക്കാൻ പോകുന്നത്. അവിടെ നമ്മളിങ്ങനെ 11-ാം വാക്യം കാണുന്നു, അങ്ങനെ മീതെ കയറിയവനുമാകുന്നു അവൻ, ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ്, ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പം ഈ 5 ഓഫീസസ് എന്ന് പറയുന്നത് ദൈവസഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന ഗിഫ്റ്റാണ്, സമ്മാനങ്ങളാണ്. അത് ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് എപ്പോഴും ദൈവത്തിന് വേണ്ടി മുൻപ് പറഞ്ഞല്ലോ, ദൈവദാസന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞു, പല പേരുകൾ കേട്ടു. ഇനി അനേക പേരുകളുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. അപ്പം കുറേ പേരുകളുണ്ട്, അതിൻ്റെ സ്വഭാവവും പറഞ്ഞു. അപ്പോൾ അവിടെ വിശ്വസ്തത ആവശ്യപ്പെടുന്ന ചില ഓഫീസസാണിതെന്ന് ഇന്ന് രാത്രി നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇതിങ്ങനെ വിളിച്ചതിന് ചില ഉദ്ദേശങ്ങളുണ്ട്, ഇതിനെ ആത്മീയ ദാനങ്ങളെന്നാണ് പറയുന്നത്. ആത്മീയ ദാനങ്ങളെന്നാണ് നമ്മൾ പറയുന്നത്. ആത്മീയ ശുശ്രൂഷയിൽ ആത്മീയ ഭവനത്തെ നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന ഒന്നാണ്. ഇത് എന്തിനു വേണ്ടിയാണ് ഇവരെ വിളിച്ചു ചേർത്തിരിക്കുന്നത്? ആദ്യം ചിന്തിച്ചിട്ട് ഇവരുടെ ഓഫീസസിനെ സംബന്ധിച്ചൊന്ന് ചിന്തിക്കാൻ ഞാൻ ആ ഒരു ക്രമീകരണമാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം തരുന്നത്. ഇത് താഴോട്ട് വായിക്കുമ്പോൾ 13-ാം വാക്യത്തിലേക്ക് 12-ാം വാക്യവും 13-ാം വാക്യം വായിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായിട്ടാണ്. അതായത് പാപത്തിൽ ആയിരുന്ന ജനം കർത്താവായ യേശുക്രിസ്തു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് വീണ്ടും ജന്മം പ്രാപിച്ച ദൈവജനത്തെ അവരായിരിക്കേണ്ട സ്ഥാനത്തേക്ക് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നതാണ്. അപ്പം എന്നെ അങ്ങനെ വിളിച്ചാക്കിയിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്ന ആ ദൈവജനത്തെ അവർ ഏത് നിലയിലേക്കാണോ വരേണ്ടത് ആ നിലയിലേക്ക് ആക്കിക്കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം.
ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന ചില കാര്യങ്ങളാണ്. എഫെസ്യലേഖനത്തിന് ആരംഭത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്, അല്ലേ? കർത്താവിൻ്റെ പ്രത്യക്ഷത നമ്മൾ നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ഒക്കെ ആയി വെളിപ്പെടാനുള്ളതാണ്. അങ്ങനെ നമ്മൾ അവരെ നിർത്തണമെന്നാണ്, അല്ലേ? അവർ നിർത്തണമെന്നാണ്. പക്ഷെ നമ്മൾ എത്ര പേരങ്ങനെ നിർത്താനിടയാകുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം. നമുക്ക് ഭാരവും പ്രയാസവും നിന്നയൊക്കെ ഉണ്ടായെന്നിരിക്കും. പക്ഷേ കർത്താവ് ആ വിശ്വസ്തതയ്ക്ക് അവിടെ എണ്ണുന്നത് പ്രതിഫലം തരും. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ അവിടെ വിളിക്കാൻ പോകുമ്പോൾ ഈ യഥാസ്ഥാനപ്പെടുത്തിയ അവസ്ഥയെ കണ്ടുകൊണ്ടാണ്, എത്രമാത്രം നമ്മൾ അവരുടെ അവസ്ഥയെ അങ്ങനെ ആക്കിയെടുത്തു എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മളെ അങ്ങനെ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറവ് വരുമോ എന്ന് ഇന്ന് രാത്രി നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പം അങ്ങനെ ആ യഥാസ്ഥാനത്തിനായിട്ട് വിളിച്ച് വിശ്വാസികളെ അതിന് പ്രാപ്തരാക്കണം, തികഞ്ഞവരാക്കണം. എന്തിനു വേണ്ടിയാണ് അവരെ തിരഞ്ഞവരാക്കുന്നത്? അവർക്ക് കൊണ്ട് ചില ശുശ്രൂഷ ദേവദാസന്മാർക്കുള്ളതുപോലെ, ഇവിടെ പറയപ്പെട്ട 4-5 കൂട്ടം ഉള്ളതുപോലെ തന്നെ ഈ വരുന്ന വിശ്വാസികൾക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ശുശ്രൂഷയുടെ വേലയ്ക്കായി വിശുദ്ധന്മാരെ ഒരുക്കുക എന്നുള്ളതാണ്. അമ്മേ, സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. അവർക്കുണ്ടത്. സഭയുടെ ആവശ്യം ശുശ്രൂഷിക്കുവാൻ, അതിനുവേണ്ടി വേല ചെയ്യുവാൻ അവരെ പ്രാപ്തരാണ്. ഫോർ ദ സർവീസ് ഓഫ് ദ ചർച്ച്. അതിനുവേണ്ടി ദൈവസഭ, ലോക്കൽ സഭ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, ദൈവസഭയുടെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട്. അതുപോലെ തന്നെ സഭയുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കായി അവരെ പണിതെടുക്കണമെന്ന്, ക്രിസ്തുവിനോട് ചേർത്ത് വെച്ച് പണിയുന്ന അനുഭവം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണം, അല്ലേ? അപ്പോൾ ശുശ്രൂഷയുടെ വേല എന്നത് പ്രത്യേകമായി പരിശീലനം ലഭിച്ച കുറച്ചു പേർക്ക് മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാ വിശ്വാസികൾക്കും ഇതിനകത്ത് പങ്കാളിത്തം തിരിച്ചറിഞ്ഞ് അവരെ അതിനായിട്ട് നമ്മൾ ഓരോ വ്യക്തിയിലുമുള്ള ദൈവകൃപ എന്താണെന്ന് തിരിച്ചറിയാനുള്ള പ്രാപ്തി ആ സഭയുടെ മേലാക്കി വച്ചിരിക്കുന്ന ദൈവദാസന്മാർക്കുണ്ടാകണം എന്ന് പറയുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം? അവരെ അതിലേക്ക് ആക്കണം. ഹല്ലേലൂയ. ആ ശുശ്രൂഷയിലേക്ക് അവരെ നമ്മൾ ആക്കി വെക്കുവാനുള്ള വലിയ ഉത്തരവാദിത്വം നമ്മൾ ഉണ്ട് എന്ന് നമ്മൾ കാണുകയാണ്. അപ്പം കർത്താവിനെ സേവിക്കുവാൻ എല്ലാ അംഗങ്ങളെയും അവർക്ക് ലഭിച്ചിരിക്കുന്ന ദാനങ്ങൾ, കൃപകൾ, ശുശ്രൂഷകൾ അനുസരിച്ച് മുഴുസഭയുടെയും പ്രയോജനത്തിനായി നിൽപ്പാൻ അവരെ സഹായിക്കുകയും അവരെ അതിനായിട്ട് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ ഇന്ന് രാത്രി ഒന്ന് ചിന്തിക്കേണ്ടത് വലിയ ആവശ്യമാണ്. അപ്പോൾ ദൈവജനത്തെ ക്രിസ്തീയ ശുശ്രൂഷകരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ദൈവജനത്തെ ദൈവിക ശുശ്രൂഷ ഉള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ്. സ്തോത്രം. അപ്പം അതുകൊണ്ട് ജോലിയിരിക്കുന്നവരാണെങ്കിൽ അവരെയൊക്കെ അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. കാരണം അവരെ നമ്മൾ സെക്കുലറായിട്ട് മാറ്റി നിർത്തേണ്ട കാര്യമില്ലെന്ന് അവിടെ പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള മിനിസ്ട്രി നമ്മൾ വാർത്തെടുക്കാൻ ഇടയായി തീരണം. അവരെ അവഗണിക്കാൻ പാടില്ല. വാക്കിനാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലോ. അപ്പോൾ അവരുടെ ആ ഔദ്യോഗിക തലങ്ങളിലും ക്രിസ്തീയ ശുശ്രൂഷകന്മാരാക്കി അവരെ മാറ്റുവാൻ, അവർക്കും അവിടെ വേല ചെയ്യുവാനുള്ള പരിശീലനം നമ്മൾ കൊടുക്കുവാനുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണം എന്നും കൂടെ പറയുകയാണ്. ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തിൻ്റെ മിഷണറിയാണ്, കർത്താവിൻ്റെ മിഷണറിയാണ്. അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ ആ വ്യക്തി പ്രഭാവത്തിലേക്ക് ആ ഇടയൻ്റെ മാത്രം അനുസരിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാം അതിനോട് ചോദിച്ചേ ചെയ്യാവൂ എന്നുള്ള അവസ്ഥയിലേക്ക് അവരെ മാറ്റിയെടുക്കുകയല്ല, മറിച്ച് ഓരോ വിശ്വാസിയും ഓരോ വിശുദ്ധന്മാരും സ്വയം ക്രിസ്തീയ ജീവിതവും ശുശ്രൂഷയും ചെയ്യുന്നവരായി തീരുന്ന വിധത്തിൽ വേണം അവരെ പരിശീലിപ്പിക്കുവാനെന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓരോ വ്യക്തിയും അവർ സ്വയമായി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, മാത്രമല്ല ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ അവർ സ്വയമായി ചെയ്യുവാനായിട്ട് താല്പര്യമുള്ളവരായി മാറണം. നമ്മുടെ പരിശീലനത്തിൻ്റെ അല്ലെങ്കിൽ പഠിപ്പിക്കലിൻ്റെ അതാണ് ദൈവിക സഭയുടെ മാതൃക എന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ നമ്മൾ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ക്ലർജിയും ലേറ്റിയും എന്നുള്ള വ്യത്യാസമില്ല. ഒരിക്കലും പാസ്റ്ററും അല്ലെങ്കിൽ വിശ്വാസിയും എന്ന് പറഞ്ഞുള്ള വ്യത്യാസങ്ങൾ അവിടെ വരുന്നില്ല. ശുശ്രൂഷയുണ്ട്, ശ്രേഷ്ഠമായ ശുശ്രൂഷയുണ്ട്. പക്ഷെങ്കിൽ രണ്ട് വിഭാഗങ്ങളായി മാറ്റുന്നില്ല. കാരണം ഇതിൽ നിന്ന് തന്നെ ഉള്ളവരാണ് കർത്താവ് എടുത്ത് വിയോജിക്കുന്നത്. ബേസിക്കലി എല്ലാ ശുശ്രൂഷന്മാരും ഇവാഞ്ചലിസ്റ്റാണ്. പ്രവാചകനായിരിക്കാം, ഉപദേഷ്ടാവായിരിക്കാം, ഇടയനായിരിക്കാം. പക്ഷേ ബേസിക്കലി ഓൾ ദീസ് ലീഡേഴ്സ് ആർ ഇവാഞ്ചലിസ്റ്റ്. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ പൊതുവായിട്ട് വരുവാനായിട്ടിടയായിത്തീരുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെ ആക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സഭ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെ ഐക്യതയ്ക്ക് വേണ്ടി, ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിലുള്ള തികഞ്ഞ പുരുഷത്വം പ്രാപിക്കുന്നതിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കാനായിട്ട്. ഇത് കർത്താവിൻ്റെ വരവെങ്കിലാണ് സംഭവിക്കുന്നത്, പ്രായത്തിൻ്റെ അളവ് സംഭവിക്കുന്നത്. അതുപോലെ നമ്മളായിത്തീരുന്നവർ അനുരൂപരായി മാറുമ്പോഴാണ്. അപ്പോൾ ഇതിലേക്കാണ് നമ്മളെ നടത്തുവാനായിട്ട് നമ്മളെ വിളിച്ചാക്കിയിരിക്കുന്നത്, ഓരോ ശുശ്രൂഷനെയും വിളിച്ചാക്കിയിരിക്കുന്നത്. അതാണ് ഇവിടെ 4:11 നമ്മൾ കാണുന്നത്. അപ്പോസ്തലന്മാർ, അല്ലേ, പിന്നെ പ്രവാചകന്മാർ,
സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. ഇവർ ഒരുമിച്ച് ശുശ്രൂഷിക്കണം. പരസ്പരം ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കും അവർ ശുശ്രൂഷിക്കുന്നത്. അല്ലാതെ പിന്നെ ഒരു സ്വന്തം നിലയിൽ ഇങ്ങനെ വിഘടിച്ചു പോകുന്ന, അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഒരു വിശ്വാസി തന്നെ ഇവരുടെ എല്ലാ ശുശ്രൂഷ വരുമ്പോഴത്തേക്ക് ഒന്നുമല്ലാതായി മാറുക. അങ്ങനല്ല, ഒരുവനെ അല്ലെ സഭയെ ദൈവസന്നിധിയിൽ നിഷ്കളങ്കമായി നിർത്തുവാനായിട്ടുള്ള ഏകോപന ചിന്തയോടുകൂടെ ഐക്യതയോടുകൂടെ ശുശ്രൂഷിക്കേണ്ടതായ ഒരു രംഗത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്ന് രാത്രി അറിയുവാനായിട്ടിടയായി തീരണം. ഇനി നമുക്ക് ആ ദാനങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കാം. എന്താണ് ഈ ഓരോ ദാനങ്ങളുടെയും പ്രത്യേകത? എന്താണ് അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക ഉത്തരവാദിത്വങ്ങൾ? ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ, നമ്മൾ പറഞ്ഞാൽ ഈ 5 ഓഫീസിനെ കുറിച്ച് പറഞ്ഞു, അതിന് വളരെ ഉത്തരവാദിത്വമുള്ള ലീഡർഷിപ്പാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ദാനങ്ങളെ സഭയ്ക്കുള്ള ദാനങ്ങളാണെന്ന് പറഞ്ഞു. അത് ശുശ്രൂഷകന്മാരുടെ പേരിനോട് ചേർത്താണ്, അല്ലെങ്കിൽ സ്വന്തം പേരല്ല, ആ ശുശ്രൂഷയുടെ പേരിനോട് ചേർത്താണ് അത് നമ്മൾ അറിയപ്പെടുന്നത്. ഇത് സഭയുടെ ഐക്യത്തിനുള്ള വളർച്ചയ്ക്കായി അവരെ നിയന്ത്രിക്കുകയും രൂപാന്തരപ്പെടുത്തുകയും അല്ലെങ്കിൽ രൂപപ്പെടുത്തുകയും ചെയ്യുവാൻ ആക്കപ്പെട്ടവരാണ്. സഭയുടെ എല്ലാ ജനത്തെയും സഭയാകമാനമായി ദൈവിക ഈ ക്രമത്തിലേക്ക് വരുവാനായിട്ടുള്ള നിയന്ത്രണം, അല്ലാതെ ഉള്ളതല്ല. അതുപോലെ തന്നെ ആ ഐക്യതയിൽ വളർന്ന് വരുവാൻ അവരെ നിയന്ത്രിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്യുക. ഒരു കുശവൻ പാത്രങ്ങൾ ഉണ്ടാകുന്നതിനെ രൂപപ്പെടുത്തുന്നത് പോലെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട, വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണിത്. ആമേൻ. അപ്പോൾ നമ്മളെ ഭൗതികമായി അല്ലെങ്കിൽ ഭൂമിയിൽ ചെയ്യാനുള്ള ദൗത്യത്തെ നിറവേറ്റി ആ കർത്തൃത്വം ഏറ്റെടുത്തതിന് ശേഷം ക്രിസ്തു നൽകിയ രാജകീയ ദാനങ്ങളാണ് ഇതൊന്നും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 12:22 പറയുന്നുണ്ട്, ദൈവം സഭയിൽ 1ാമത് അപ്പോസ്തലന്മാരെയും 2ാമത് പ്രവാചകന്മാരെയും 3ാമത് ഉപദേഷ്ടാക്കന്മാരെയും എന്നിവരെയും ആയി ഓരോരുത്തരെ നിയമിച്ചു എന്ന് നമ്മൾ കാണുകയാണ്. ഈ 4:11 പറഞ്ഞ ആ അവസ്ഥകൾ, ആ പേരുകൾ തന്നെയാണ് അവിടെയും ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് 1 കൊരിന്ത്യർ 12:28 കൃപാവരങ്ങളോട് ചേർത്താണ് അത് പറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങളോട് ചേർത്ത് അങ്ങനെ വരങ്ങളുള്ളവരുടെ ലിസ്റ്റിലാണത് നൽകപ്പെട്ടിരിക്കുന്നത്. അത് ഇവർ പൊതുവായ എല്ലാ ലിസ്റ്റിലും ഉണ്ട്. എന്നാൽ സകല വിശ്വാസികൾക്കും ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ 4-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ പറയുന്ന ഈ 5 ഓഫീസേഴ്സ്, ഈ 5 ലീഡർഷിപ്പുകൾ ഒരു സമൂഹത്തെ സ്ഥാപിക്കുവാനും ആവശ്യമായ ദാനങ്ങളും തുടർന്ന് പ്രാദേശിക നേതാക്കൾ എന്ന നിലയിലും കൂടെയാണ് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇവരെ കർത്താവിൻ്റെ സ്ഥാപക ദാനങ്ങൾ എന്നൊക്കെ പറയാം. ആദ്യത്തെ അപ്പോസ്തലന്മാരെ ആ അടിസ്ഥാനത്തിന്മേൽ പണിതു എന്നൊക്കെ പറയുമ്പോൾ ആദിമ പ്രവർത്തകരെ ഉദ്ദേശിച്ചാണ്. എന്നാൽ ഇന്നും കർത്താവിൻ്റെ ഇതിലുണ്ട് തൻ്റെ ശുശ്രൂഷ ഇടയന്മാരെ, ഉപദേഷ്ടാക്കന്മാരെ, സുവിശേഷകന്മാരെ, പ്രവാചകന്മാരെയൊക്കെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അന്നത്തെ പണ്ട് വളരെ അപകടം നിറഞ്ഞ നിലയിൽ അവരെ സന്ദേശങ്ങൾ അയച്ച് ആ സ്ഥലത്ത് ദൈവത്തിൻ്റെ ആർവനെ അറിയിപ്പാനായിട്ടാണ് പ്രവാചകന്മാരെ വന്ന് എഴുതുന്നത്. ഇന്ന് ദൈവസഭയ്ക്ക് ആവശ്യമായ നടത്തിപ്പിന് ആവശ്യമായ കാര്യങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അറിയിച്ചു കൊടുക്കുവാനായിട്ടാണ് പ്രവാചകന്മാരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒന്ന് നോക്കാം, ഇതിലെ ഓരോ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ ശുശ്രൂഷ എന്താണ്, നമ്മൾ ഏത് നിലയിലാണ് അവരിലെ വിശ്വസ്തത കാണേണ്ടത്, എങ്ങനെയാണ് ആ വിശ്വസ്തത നമ്മൾ പാലിക്കേണ്ടത്, ഇന്ന് അപ്പോസ്തലന്മാരുണ്ടോ ഇല്ലയോ, അത് രണ്ടാമതൊരു കാര്യം. പക്ഷേ ദൈവജനത്തെ സംബന്ധിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അപ്പോസ്തലന്മാർക്ക് അതുല്യമായ അധികാരമാണുള്ളത്. അവരുടെ അധികാരം പ്രാദേശികമല്ല, സാർവലൗകികമായിട്ട് സാർവത്രികമായിട്ടുള്ള കാര്യമാണ്. അവർ സഭയാൽ നിയോഗിക്കപ്പെടുന്നവരല്ല, പിന്നെ കർത്താവിനാൽ നേരിട്ട് നിയോഗിക്കപ്പെടുന്നവരാണ്. അവർ സഭ സ്ഥാപിക്കുവാനും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും നിയോഗിക്കപ്പെട്ടവരാണ്. അവരെവിടെ കടന്നുപോയി പ്രവർത്തിപ്പാനുള്ള അധികാരം അവർക്കുണ്ട്. അവരുടെ ജോലി അടിസ്ഥാന വിടുക മാത്രമല്ല, സഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി സഹായിക്കുക എന്നുള്ളതും കൂടെയാണ്. എന്നാൽ ആദ്യമ അപ്പോസ്തലന്മാരെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടിട്ടുള്ളവരാണ്. അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള ശക്തി അവരുടെ മേലുണ്ടായിരുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഇവ സന്ദേശത്തെ ഉറപ്പിക്കുവാനായിട്ടാണ് അന്ന് നൽകിയിരുന്നത്. അപ്പോസ്തലന്മാർ ക്രിസ്തുവിൻ്റെ ആരോഹണത്തിന് ശേഷം അയക്കപ്പെട്ടവരാണ്. ഇത്രയും കാര്യങ്ങൾ അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അപ്പോസ്തലന്മാരാരാണ്, ഓരോരുടെ അധികാര രീതികൾ, കാര്യങ്ങൾ മനസ്സിലാക്കി ശുശ്രൂഷിക്കുകയും ആ നേതൃത്വത്തെ അംഗീകരിക്കുന്നവർ അത് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു ചിന്ത നമുക്ക് ഇന്ന് രാത്രി വേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ ഓഫീസ് പറയുന്നത് ഇതാണ്, പ്രവാചകന്മാരാണ്. അവരുടെ പ്രത്യേകമായ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ സഭയുടെ പ്രത്യേക സാഹചര്യങ്ങളിൽ ആവശ്യമായ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ നൽകുക എന്നുള്ളതാണ്. പ്രത്യേകമായ ചില സന്ദർഭങ്ങളിൽ ചില
ഡിലമ അല്ലെങ്കിൽ പെർപ്ലക്സ്ഡ് ആയിട്ടുള്ള ചില സന്ദർഭങ്ങൾ വരും. എവിടെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ സന്ദർഭങ്ങളിൽ ദൈവത്തിങ്കിൽ നിന്ന് ആലോചന പ്രാപിച്ച് സഭയെ നേർവഴി നടത്തുവാനായിട്ട് നിയോഗം പ്രാപിച്ചിട്ടുള്ളവരാണ്. ഒരു പ്രവാചകന്മാരും തനിയെ സംസാരിക്കുന്ന പിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത് അത്രയെന്നാണ് പറയുന്നത്. അതേ കാര്യം തന്നെ ഇങ്ങനെ വരുവാനായിട്ട് ഇടയായി തീരണം. അപ്പോൾ ദൈവത്തിന് വേണ്ടി ദൈവം നൽകുന്ന കാര്യങ്ങൾ പ്രസ്താവിക്കുന്നവനാണ്. അവരെ ദൈവത്തിൻ്റെ വായ എന്ന് പറയുവാനിടയായി തീരും. ദ മൗത്ത് പീസ് ഓഫ് ഗോഡ്. അപ്പോൾ ദൈവത്തിൻ്റെ നേരിട്ട് വെളിപ്പാടുകളെ പ്രാപിച്ച് സഭയ്ക്ക് നൽകുന്ന വ്യക്തിയാണ് ആര്? പ്രവാചകൻ. അതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധം പുലർത്തുവാൻ അങ്ങനെ വിളിയുള്ള അങ്ങനെ ഉള്ള കൃപ ഏറ്റെടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് സമയം കണ്ടെത്തണം. അതിനുവേണ്ടി ചെലവഴിക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് നിങ്ങൾ കേൾക്കുവാൻ യെശയ്യാ 58 തോന്നി ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, രാവിലെ തോറും ദൈവത്തിൻ്റെ നിന്ന് കേൾക്കുവാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ, അത് കേട്ടിട്ട് പറയുന്നവൻ ആ ശിഷ്യൻ. ആ ഒരു ശിഷ്യഗണങ്ങളിൽപ്പെട്ട ചില കാറ്റഗറീസ് നമ്മളിങ്ങനെ വായിക്കും. ശിഷ്യഗണങ്ങളിൽ തന്നെ വരുന്ന ആ ലീഡർഷിപ്പിൻ്റെ കാറ്റഗറീസിലൊന്നാണ് ഈ പ്രവാചകന്മാരെന്ന് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ഒരു ദൗത്യം അതിൽ നമ്മൾ വിശ്വസ്തരായിരിക്കാനായിട്ട് ഇടയായി തീരണം. അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, വിചാരണ വേദിയിൽ നിന്നുകൊണ്ട് താൻ പറയുക, എനിക്ക് ദൈവം തന്ന ദർശനത്തിന് ഞാൻ അനുസരണക്കേട് കാണിക്കുന്നില്ല. അപ്പം നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് ദർശനത്തിലേക്കാണ്, ഏത് കാര്യത്തിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്, ഏതിനാണ് നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നത്, അതിൽ നിന്ന് വ്യതിചലിപ്പാനായിട്ട് പാടില്ല. സഭാ സംഘടനകൾക്ക് വ്യത്യസ്തമായ ചിന്താഗതികൾ ഉണ്ടായിരിക്കാം, തീരുമാനങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നമ്മെ വിളിച്ചത് ദൈവമാണെന്നുള്ള ചിന്ത നമുക്ക് വേണം. അത് വിട്ട് നമ്മൾ പോകരുത്. അതിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. എങ്കിലേ നല്ലവനും വിശ്വസ്തനുമായുള്ള ദാസനെ എന്നുള്ള വിളി വരുവാനായിട്ടിടയാകും. അതുകൊണ്ടാണ് കർത്താവ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞില്ല, നമ്മൾ ഈ സംഘടനാ സ്പിരിറ്റിലൊക്കെ പോയി കഴിയുമ്പോൾ, പലപ്പോഴും അതിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചൊക്കെ പോയി കഴിയുമ്പോൾ മാനുഷികമായ ചില സമ്പ്രദായങ്ങളൊക്കെ അവിടെ വരും. അവിടെ ചില മുമ്പന്മാരുമായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത്, ചിലർ നിത്യ ജീവനായി നിൽക്കുന്ന ലജ്ജയുടെ അവസ്ഥയിലേക്കൊക്കെ ആ ഒരു ചില വേർതിരിവുകളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് അന്ന് നമുക്ക് നിരാശപ്പെടേണ്ടി വരും. പക്ഷേ പരിഹാരത്തിന് മാർഗമില്ല. അന്ന് ലഭിക്കുന്ന അതിൽ നിലനിൽക്കാനേ കഴിയൂ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത അത് നമ്മൾ സുവിശേഷകന്മാരാണ് ഇവിടെ പറഞ്ഞത്. സുവിശേഷകന്മാർ ഇവിടെ ഒരു പ്രത്യേക സംഘമാണ്. സുവിശേഷകന്മാർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സംഘത്തെക്കുറിച്ചാണ് അവിടെ പറയുക. അവരുടെ ജോലി ഇവാഞ്ചലൈസേഷൻ, സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. പ്രചരിപ്പിക്കുക. അവർ വാസ്തവത്തിൽ ഇറ്ററൻ്റാണ്. അവർ പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുന്നവരാണ്. ഒരു സഭയുടെ ഒരു പ്രത്യേക ലോക്കൽ ചർച്ചിൻ്റെ സ്വത്തല്ല ഒരു സുവിശേഷകൻ എന്ന് പറയുന്നത്. ആ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യവുമല്ല. പിന്നെന്താണത്? പ്രാദേശിക സഭയുടെ സുവിശേഷീകരണമോ സഭാസ്ഥാപനമോ അല്ല ഒരു സുവിശേഷകനുള്ളത്. അതിനപ്പുറത്താണ് അവരുടെ ചുമതലകൾ എന്നുള്ളത്. അതിനപ്പുറത്താണ്, സഭയുടെ പരിധിക്കപ്പുറത്താണ് ഒരു സുവിശേഷ. അപ്പസ്തോലൻ്റെ പദവി അതുപോലെ തന്നെയാണ് അല്ലേ? സുവിശേഷൻ്റെ പദവി അതിനപ്പുറത്താണ്. കാരണം ജാതികളിലേക്ക് അപ്പസ്തോലൻ തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട്. യഹൂദന്മാരിലേക്ക് അല്ല എന്നെ വിളിച്ചത്, പിന്നെ ജാതികളിലേക്ക് ദൈവത്തിൻ്റെ കൂട്ടവകാശികളാണെന്ന് അവർ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിൽ കൂടെ അവർ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സഭയ്ക്ക് പുറത്ത് ശുശ്രൂഷ ഏറ്റെടുത്തവരാണ് സുവിശേഷകന്മാർ. അപ്പം ജാതികളും കൃപയ്ക്ക് അവകാശികളാണ്. അതുകൊണ്ട് അവരിലേക്ക് സുവിശേഷമായി കടന്നു പോവുക എന്നുള്ള പ്രധാന കൃപാദാനമാണ് ഒരു സുവിശേഷകനുള്ളത്. ആമേൻ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്നവരായി മാറി നോക്കി തിരിച്ചറിയാത്തത് കൊണ്ടാണ്. പരസ്പരം അടിയുണ്ടാക്കും നമ്മളിത് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. നമ്മുടെ ആ ഒരു ആ ശുശ്രൂഷയെ സംബന്ധിച്ച് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു ബോധ്യമുണ്ടെങ്കിൽ ആ നിലയിൽ നമ്മൾ മാറിപ്പോകുമ്പോൾ എല്ലാവരും അതാത് ഈ 5 വഴികളിലേക്ക് പോവുകയും മടങ്ങി ക്രിസ്തുവിലേക്ക് തന്നെ വരികയും ചെയ്യും. ക്രിസ്തുവിൻ്റെ ഐക്യത നിലനിർത്താൻ വേണ്ടി ഒരുമിച്ച് പണിയുന്ന ഒരു അനുഭവം അവിടെ വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ രക്ഷയുടെ സുവാർത്തയെ അറിയിക്കുന്നതാണ് സുവിശേഷകൻ. അപ്പം നഷ്ടപ്പെട്ടു പോയവരെ ക്രിസ്തുവിലൂടെ നേടുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ടവരാണ്. നഷ്ടപ്പെട്ടു പോയവരെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ക്രിസ്തുവിൽ കൂടെ ദൈവത്തിന് വേണ്ടി നേടുവാൻ ദൈവത്താൽ ഒരുക്കപ്പെട്ടവരാണ്. അവർക്കുള്ള പ്രത്യേകത കൂടെ നമ്മൾ മനസ്സിലാക്കിക്കോണം. എന്താണെന്നറിയാമോ? അവർ നിസ്സാരക്കാരൊന്നുമല്ല. അവർ പാപികളുടെ അവസ്ഥകൾ തിരിച്ചറിയുവാനുള്ള പ്രത്യേക കഴിവുള്ളവരാണ്. നമ്മൾ കഴിവുള്ളവരാണോ? സുവിശേഷകനാണെങ്കിൽ കഴിവുള്ളവരാണോ? അവർ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ചിന്ത കൊണ്ട് വേദനപ്പെടുന്ന ഒരു ഹൃദയമുള്ളവനായി മാറും. ആ പാപത്തിൻ്റെ അവസ്ഥയുടെ ആഴം എന്താണെന്ന് മനസ്സിലാക്കും. എങ്ങനെയാണോ അതിലേക്ക് പോയതെന്ന് മനസ്സിലാക്കുന്ന ഹൃദയമുള്ളവനായി മാറും. അതുകൊണ്ട് അവനെ നമ്മൾ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തത്തില്ല. ആരെ? പാപിയെ. പിന്നെയോ ആ പാപത്തിൻ്റെ അവസ്ഥയെ തിരിച്ചറിയുവാനുള്ള പ്രത്യേക കഴിവുള്ളവനായിട്ടാണ് ആര് മാറുന്നത്? ഒരു സുവിശേഷകനായിരിക്കേണ്ടത്. രണ്ടാമത്, ഈ പാപിയായ അല്ലെങ്കിൽ ആരെയാണോ നേടേണ്ടത് അവൻ്റെ മനസാക്ഷിയിലേക്ക് കടന്നു ചെല്ലുവാനായിട്ടുള്ള
ഒരു മനസ്സുള്ളവനായിരിക്കണം. അവൻ്റെ മനസ്സാക്ഷി ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുവാനുള്ള. എന്നിട്ട് അവൻ ചില ഒബ്ജക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അവന് സ്വീകരിക്കാനത് പെട്ടെന്ന് നമ്മൾ സ്വീകരിക്കത്തൊന്നുമില്ല. നമ്മൾ പറയുന്ന വചനത്തെ ഒന്നുമേ സ്വീകരിക്കത്തില്ല. പിന്നെ ആ ഒബ്ജക്ഷൻസിന് മറുപടി നൽകുവാനായിട്ട് കഴിവുള്ളവനുമായിട്ട് മാറും. അതൊക്കെ ഒരു സുവിശേഷകൻ അറിയിച്ചിരിക്കണം. അവനേത് സമൂഹത്തിൽപ്പെട്ടവനാണ്, അവനേത് സാഹചര്യത്തിൽപ്പെട്ടവൻ, ചിന്താഗതി എന്താണ്, ആ ചിന്താഗതിയിലനുസരിച്ചിട്ടുള്ള സ്ഥലത്ത് സുവിശേഷം പറയേണ്ടത് എങ്ങനെയാണ്, അതിനെന്തൊക്കെ പ്രതിവാദങ്ങൾ ഉണ്ടാവും, അതിനെ തരണം ചെയ്യുവാനുള്ള ആത്മീയ കരുത്തും വചനത്തിൻ്റെ കരുത്തും നേടിയവനായിരിക്കണം ഒരു സുവിശേഷൻ. ഇതാ ഞാൻ പറഞ്ഞത്. ആ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീരും. അവിടെയാണ് നമ്മുടെ വിശ്വസ്തത ആചരിക്കപ്പെടേണ്ടത്. ഓരോ ഓഫീസിലും അങ്ങനെ തന്നെയാണ്. അപ്പം അതുപോലെ തന്നെ ഈ വ്യക്തിയെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുക്കുവാൻ സഹായിക്കാൻ ആർക്ക് കഴിയും? ഈ സുവിശേഷന് കഴിയും. ഇപ്രകാരമുള്ള സുവിശേഷന് കഴിയും. മാത്രമല്ല ഇങ്ങനെ അതിൽ മാനസാന്തരപ്പെട്ട് വരുന്നവരെ വചനത്തിലൂടെ ഉറപ്പിക്കുവാനും കഴിവുള്ളവരാണ്. അപ്പോൾ ചില്ലറ പുള്ളിയൊന്നുമല്ല. നമ്മൾ സുവിശേഷകന്മാരെ വളരെ നിസ്സാരമായി കാണുന്നുണ്ട് അല്ലേ? പക്ഷെ അവരെ സംബന്ധിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ആഴമേറിയ കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട്, ദൈവവചനത്തിനുണ്ട്. അത് നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം. സുവിശേഷകന്മാരായിരിക്കുന്ന ബേസിക്കലി എല്ലാവരും സുവിശേഷകന്മാരാണെന്ന് പറഞ്ഞു അല്ലേ? ഈ പറയപ്പെടുന്ന അപ്പോസ്തലൻ സുവിശേഷകനാണ്. അതിനേക്കാൾ നല്ല ഓഫീസിലേക്ക് കുറച്ചുകൂടെ ഉന്നതമായ കാഴ്ചപ്പാടുകൂടെ അവനെ വിട്ടു. അവർ പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, ബേസിക്കലി എല്ലാവരും ഇവാഞ്ചലിസ്റ്റുകളാണ്. പക്ഷേ ഈ ആഴത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന നാളിൽ ഈ നമ്മുടെ ഓഫീസിനെ സംബന്ധിച്ച് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇന്ന് രാത്രി ഒന്നുകൂടെ തിരിച്ചറിയുവാനിടയായിത്തീരുന്നു. അതുകൊണ്ട് സുവിശേഷൻ പ്രാദേശിക സഭയുടെ ഉള്ളിലല്ല, പുറത്തുപോയി പ്രസംഗിക്കണം. മാനസാന്തരപ്പെടുന്നവരെ വചനം പഠിപ്പിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനും പ്രാപ്തരാക്കുന്ന സഭയിലേക്ക് വേണം വിടാൻ. നമ്മുടെ സഭയായതുകൊണ്ട് നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. കൊണ്ടുവരാം, അവിടെ വചനം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരെ കർത്താവിന് വേണ്ടി ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതാണ് വചനം പഠിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മാത്രമേ അവരെ അയക്കാവൂ. അത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ സുവിശേഷന്മാരും ഇടയന്മാരുമാണ് ജനവുമായിട്ട് നേരിട്ട് എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ക്രിസ്ത്യ സമൂഹത്തിലുള്ള സകല വിശ്വാസികളുടെയും കർത്തവ്യം ആ സമൂഹത്തിന് പുറത്തുള്ളവരോട് സുവിശേഷം ഘോഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യ സമൂഹത്തിലുള്ള സകല വിശ്വാസികളും സുവിശേഷകന്മാരാണ് എന്നുള്ള കാര്യങ്ങളിലൂടെ അതിലേക്ക് കടന്നു വരണമെന്നുള്ളതുകൂടെ നമ്മളായിരിക്കുന്ന സമൂഹത്തിന് പുറത്തുള്ളവരോട് സുവിശേഷം അറിയിപ്പാൻ കടപ്പെട്ടവരാണ് എന്ന് നമ്മൾ അറിയണം. അങ്ങനെ വരുമ്പോൾ സുവിശേഷീകരണം വെറും ഒരു സുവിശേഷ പ്രസംഗം നടത്തുന്നതല്ല, മറിച്ച് ഈ സുവിശേഷം എന്താണെന്ന്, അതും മുഖാന്തരം ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണെന്ന് നമ്മുടെ പ്രസംഗം മാത്രമല്ല, അവരോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കാര്യങ്ങൾ മുഖാന്തരം അവർ തിരിച്ചറിയേണ്ട കാര്യങ്ങളാണ് എന്നുള്ളതും കൂടെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ വ്യക്തമായി നമ്മൾ സുവിശേഷം അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നമ്മൾ സുവിശേഷം പങ്കുവെക്കണം. കൂടാതെ ഫലകരമായി വ്യക്തിപരമായി സുവിശേഷം അറിയിക്കുവാനും അത് ഇച്ചിരി പ്രയാസങ്ങളുള്ളത്. പേഴ്സണൽ ഇവാഞ്ചലിസേഷൻ എളുപ്പമെന്ന് വരും, പക്ഷെ അതല്ല. അവിടെ ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ട് വരും. കഴിഞ്ഞ ദിവസം ഒരു ഷവഡോക്കിന് പോയപ്പോഴത്തേക്ക് ഞാനൊരു പ്രായമുള്ള വ്യക്തിയെ കണ്ടു. 74 വയസ്സുണ്ട്. ക്രിസ്തീയ പശ്ചാത്തലത്തിലൊക്കെ ജനിച്ചവനാണ്, പക്ഷേ വിശ്വസിക്കുന്നില്ല, യേശു വിശ്വസിക്കുന്നില്ല. കർത്താവ് ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയാം. അദ്ദേഹം ഖുർആൻ വായിച്ചിട്ടുണ്ട്, മറ്റു ഗ്രന്ഥങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെന്ന, ബൈബിളൊക്കെ വായിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ പറയാണ്, ദൈവം എന്തിനാ ഇങ്ങനെ ഈ കോലാഹലങ്ങൾ നടത്തുവാൻ, അക്രമമൊക്കെ നടത്തുവാനുള്ള ഇടയുണ്ടാക്കിയ ദൈവമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടോട് ഞാൻ സുവിശേഷം അവിടെ വെച്ച് പറഞ്ഞു. ലാസ്റ്റ് ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, ചേട്ടൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ചേട്ടൻ ഇപ്പോൾ ഇങ്ങനെ നിഷേധിക്കും തോറും തൻ്റെ മരണം വരെയും ആ നിമിഷം വരെയും ദൈവം താങ്കളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഞാനൊരു അനിയനാണ്, പ്രായം കൊണ്ട് ഞാൻ ചേട്ടനൊരു അനിയനാണ്, അവളുടെ ഒരു അനിയൻ്റെ ഭാഷയിൽ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് പറയാൻ വളരെ ശാന്തമായി കേൾപ്പാനിടയായി. സ്വീകരിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞ നമ്പർ തരികയാണെങ്കിൽ ഞാനൊന്ന് വരാം, അല്ലെ വിളിക്കാം. ഇല്ല, വേണ്ടാന്ന് പറയും. അപ്പം ഞാൻ അച്ഛന്മാരൊന്നും വരത്തില്ലേ ചോദിക്കാനിടയായി. ഇല്ല, അവർ വന്നാൽ ഞാൻ വീട്ടിൽ കാണത്തില്ലല്ലോ, ഞാൻ മാറിക്കളയും. അപ്പം അങ്ങനെ അഡമൻ്റായിട്ട് നിഷേധിക്കണം. പക്ഷേ എങ്കിലും നമ്മൾ അവരോട് എന്ത് ചെയ്യണം? ഈ സുവിശേഷം തന്നെ സ്നേഹിക്കുന്ന ഒരുവനുണ്ട്, അതിൻ്റെ കാര്യം ഇന്നതാണ് എന്നൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാനുള്ള അവസരം ദൈവം ലഭിക്കാനിടയായി. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ നിലകളിൽ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ശ്രേഷ്ഠമായ ഒരു ഉദാഹരണമൊന്നുമല്ല, എൻ്റെ വ്യക്തിജീവിതത്തിൽ വന്ന സംഭവമാണ്. പക്ഷേ നമ്മളിതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഇത്തരമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുവാനായിട്ട് ഇടയായിത്തീരുന്നെന്നുള്ള നമുക്ക് ഉത്തരവാദിത്വം ഉള്ളവരാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ശരി, പ്രായമുള്ളവരാണെങ്കിലും ശരി, സുവിശേഷകന്മാരാണെങ്കിലും ശരി, ആരാണ് നമുക്ക് അതാതിൻ്റെതായ ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളനുസരിച്ചുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അത് വിലയുള്ളതാണ്. അടുത്ത ഓഫീസിലേക്ക് വരുന്നത് ഇടയന്മാർ, ഉപദേഷ്ടാക്കൾ. ഇത് ഒന്നിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
അത് ഒന്നിച്ച് വരികയും ചെയ്യുക. ഇടയൻ ഒരു ഉപദേഷ്ടകനാകാം, ഉപദേഷ്ടകന്മാർ ചിലപ്പോൾ ഇടയനാകാം, ചിലപ്പോൾ ഇടയന് വേണ്ടത്ര രീതിയിൽ ഉപദേശിക്കാനുള്ള കഴിവുള്ളവരായിരിക്കത്തില്ല, പക്ഷേ ഇടയ ശുശ്രൂഷ നന്നായിട്ട് ചെയ്യും. എന്നാൽ ഉപദേഷ്ടന്മാർക്ക് ചെറുപക്ഷെങ്കിൽ ഇടയന ശുശ്രൂഷ കഴിയാതെയും വന്നേക്കാം. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളോടെയുണ്ട്. പക്ഷെ എന്നാലും ഇത് 2 ഓഫീസ് തന്നെയാണ്, 2 ലീഡർഷിപ്പ് തന്നെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓരോ വിഭാഗത്തിൽപ്പെട്ട വ്യക്തികൾ ആണിവർ. അതുകൊണ്ട് അവരെ ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാരെന്നും വിളിക്കാം. എന്നിരുന്നാലും ഈ 2 ശുശ്രൂഷകളും അവയുടെ പ്രവർത്തനത്തിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അതിനെ 2ആയി കാണണം. പഠിപ്പിക്കൽ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപദേശവും ജീവിതവുമാണ്. പഠിപ്പിക്കൽ എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് ആഴമായി മനസ്സിലാക്കത്തക്ക രീതി, പറഞ്ഞതുപോലെ മനസ്സിലാക്കത്തക്ക രീതി പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. ഇനി ഇടയന്മാരെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആടുകളെ മേയിക്കുന്നവരാണ്, പരിപാലിക്കുന്നവരാണ്. 23-ാം സങ്കീർത്തനം നമുക്കറിയാം. യഹസ്കേൽ പ്രവചനം 34 അധ്യായം വായിച്ചാൽ ഇടയൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോഴും അതെങ്ങനെയാണ്, പുതിയ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് വരേണ്ടത് എന്നും കൂടെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇവിടെ അവർ ഇടയന്മാർ ജനത്തെ നയിക്കുകയും ആത്മീയ ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്നവരാണ്. അവർ സഭാകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നവരാണ്. ജനത്തെ നയിക്കണം എന്ന് പറഞ്ഞല്ലോ, നിയന്ത്രിച്ച് രൂപാന്തരത്തിലേക്ക് അവരെ വഴി നടത്തുന്ന നിലകളിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കൊടുക്കുന്നവരും ആടുകൾക്ക് തീറ്റി കൊടുക്കുന്നവരും അവരെ മേയിക്കുന്നവരും ശ്രമിക്കേണ്ട സമയത്ത് വിശ്രമിപ്പാനും ഒക്കെ കഴിയുന്നവരുമായി മാറണം. എല്ലാവരെയും അവർ അറിഞ്ഞിരിക്കണം. മെഗാ ചർച്ചസൊക്കെ വന്നു കഴിയുമ്പോൾ പലപ്പോഴും ആളുകളെ അറിയത്തില്ല. എന്നാൽ കഴിയുന്നിടത്തോളം ഓരോ വ്യക്തിയെ അറിയുന്നവരായി, പേർ ചൊല്ലി വിളിക്കുവാൻ കഴിയുന്നവരായി ഒരിടയൻ മാറണം. നല്ല ബുദ്ധിോപദേശം കൊടുക്കാനുള്ള കഴിവുള്ളവരായി മാറണം ഇടയൻ. വൈസ് കൗൺസിലിംഗ് കൊടുക്കാൻ കഴിയണം. ഇന്നത്തെ കാലത്ത് വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. വിജ്ഞാനം വർദ്ധിച്ചപ്പോൾ പാപവും വർദ്ധിച്ചു. അവരുടെ നടുവിൽ നമുക്കൊരു പക്ഷേ അവരുടെ ആ നിലയിലുള്ളതിന് പിടിച്ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിലും നമ്മൾ കൊടുക്കുന്ന ദൈവിക ഉപദേശം എന്ന് പറയുന്നത് സ്വർഗം അംഗീകരിച്ചതും മാനുഷിക ജ്ഞാനത്തിന് ഒരു നാളും തള്ളിക്കളയാൻ കഴിയാത്ത സർവ്വബുദ്ധിയും കവിയുന്ന ഒരു ജ്ഞാനവും സമാധാനവും നൽകുന്നതായി മാറും. മാത്രമല്ല തിരുത്തുവാനും ഗുണീകരണത്തിനുള്ള ഉപദേശങ്ങൾ കൊടുക്കുവാൻ കഴിയുന്നവനായി മാറണം. പിന്നെ ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നവനായിരിക്കണം. നിരുത്സാഹപ്പെടുത്തുവാനായി മാറാൻ പാടില്ല. ആശ്വസിപ്പിക്കുന്നതിനായും. ഇതൊക്കെയാണ് ഇടയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ വരുന്നത്. നമ്മുടെ വിശ്വസ്തത ചോദ്യം ചെയ്യപ്പെടുന്ന ഇടങ്ങളാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കാണ്ട് കഴിയുന്നത്. അതുപോലെ സഭാജനങ്ങളെ പരിപാലിക്കുവാനും സ്നേഹിക്കുവാനും അവർക്കായി പ്രാർത്ഥിക്കുവാനും ഉത്സാഹിപ്പിക്കുവാനും എല്ലാ സ്ത്രീപുരുഷന്മാരും നമുക്കിന്ന് ആവശ്യമാണ്. പരസ്പരം പ്രാർത്ഥിക്കുന്ന, ഉത്തേജിപ്പിക്കുന്ന, ഒന്നിച്ച് മുന്നേറുവാൻ സഹായിക്കുന്ന ഒരു കൂട്ടായ്മയുള്ള അവരുടെ അനുഭവമാണ് ഇത് നമ്മളായിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരായ ഒരു ദേശത്ത് നമ്മൾ ആകുന്നതിനേക്കാൾ അങ്ങനെ സമൂഹം നമ്മളെ സംഘടന നമ്മളെ ആക്കി വെക്കുമ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണെന്നുള്ള ചിന്തയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് ഉപദേഷ്ടാക്കന്മാരിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനം എന്താണോ പറയുന്നത് അവയുടെ അർത്ഥവും വ്യാഖ്യാനവും വിശുദ്ധന്മാരുടെ ഹൃദയത്തിലും മനസാക്ഷിയിലും ഉറപ്പിക്കുവാൻ ദൈവത്താൽ ശക്തീകരിക്കപ്പെട്ടവരാണ്. നോക്കുക, ദൈവത്തിൻ്റെ വചനം, അതിൻ്റെ അർത്ഥം, അതിൻ്റെ വ്യാഖ്യാനം, അത് സന്ദർഭമൊക്കെ മനസ്സിലാക്കി ഈ കേൾക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ വിശ്വാസികളുടെ ഹൃദയത്തിലും മനസാക്ഷിയിലും ഉറപ്പിക്കുവാൻ ശക്തിയുള്ളവനായിരിക്കണം. അതിന് ദൈവത്തിൻ്റെ ദൈവത്തിങ്കൽ തന്നെ പ്രാപിച്ചതാണെന്നുള്ള ഉറപ്പ് അവൻ്റെ ഉള്ളിലുണ്ടാകണം. മാത്രമല്ല അവൻ്റെ സാഹചര്യങ്ങളെ കൂടെ വിവേചിച്ചറിയുന്ന ആ സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ച വചനത്തിൻ്റെ സത്യത്തിൽ ഉറയ്ക്കപ്പെട്ട ഒന്നായിരിക്കണം. മാനുഷികമായ വെറും കാഴ്ചപ്പാടിലുള്ളത് മാത്രമാകരുത്. അതാണ് ദൈവം അങ്ങനെ സംസാരിക്കും. ഇന്ന് സംസാരിക്കും. വ്യക്തിപരമായ നിലയിൽ നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുള്ളവരാണ്. മറ്റുള്ളവരുടെ ബന്ധത്തിലും ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഇതൊക്കെ ദൈവം ഇന്നും ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ഉപദേശകന്മാരുടെ റോളെന്ന് പറയുന്നത് എല്ലാ വിശ്വാസികളെയും ഉപദേശത്തിന് അടിസ്ഥാനപ്പെട്ടവരാക്കി മാറ്റുക എന്നുള്ളതാണ്. ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടവനാക്കി മാറ്റണം. ഒരു ഇടയൻ ഉപദേഷ്ടാവും കൂടെ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഉപദേഷ്ടാവ് ഇടയനും കൂടെ ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നല്ല ഗ്രാഹ്യമുള്ളവരാക്കി തീർക്കണം. അപ്പോൾ അതിനെ സംബന്ധിച്ച് നല്ല ഗ്രാഹ്യമുള്ളവരാക്കി തീർക്കണം. എന്തിനാ? ദാവീദ് വരുമ്പോൾ പറയുന്നുണ്ട്, ചതിമോഹം പിന്നെ പല ഉപദേശങ്ങളുടെ കാറ്റിനാൽ ഉലഞ്ഞു പോകാത്തവരും പക്വതയില്ലാത്തവരായി അവർ വരരുത്. അവർ മെച്യൂരിറ്റി ഉള്ളവരായി വളരണം. ചതികളിൽപ്പെട്ട് കുഴഞ്ഞു പോകാനിടയാകരുത്. അതിനുവേണ്ടി ഈ വചനത്തിൻ്റെ ഉറപ്പിക്കൽ കൊടുക്കുന്നത് ഈ നാളുകളിൽ വളരെ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങളാണ്. തെറ്റിപ്പോകുന്ന അനേക സന്ദർഭങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ നാളത്തെ കുഞ്ഞുങ്ങൾ എങ്ങനെയാകും നമുക്കറിയത്തില്ല. പക്ഷേ വചനത്തിൻ്റെ ഉറപ്പിലേക്ക് അവരെ നടത്തുവാനുള്ള ഉത്തരവാദിത്വം
സഹവിശ്വാസികൾ കൊണ്ട്, മാതാപിതാക്കൾ കൊണ്ട്, അതിനേക്കാൾ ഉപരിയായി അവരെ ഈ വചനം പഠിപ്പിക്കുന്ന സഭാ നേതാക്കന്മാർക്കും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് ശക്തമായ ഒരു വിശ്വാസ സമൂഹത്തെ പണിതെടുത്ത് സഭയാക്കി മാറ്റുവാനുള്ള ഉത്തരവാദിത്വം ഒരു ഉപദേഷ്ടാവിനുണ്ട്. ശക്തമായ ഒരു സമൂഹം എങ്ങനെ? ഈ വചനത്തിൽ ശക്തമായ, ജീവിതത്തിൽ ശക്തമായ. അപ്പം ക്രിസ്തീയ മാനദണ്ഡങ്ങളെക്കുറിച്ച്, മൂല്യങ്ങളെക്കുറിച്ച്, അതായത് എത്തിക്സ്, ഒരു എത്തിക്സും ഇല്ലാത്തൊരു ജീവിതം എന്ന് വന്നിരിക്കുക. ആർക്കും എങ്ങനെയും ജീവിക്കാം. അതിനൊക്കെ കോടതികളും രാഷ്ട്രീയ പാർട്ടികളും കൊടപിടിക്കും. പക്ഷേ ദൈവവചനം ഒരിക്കലും അതിന് കൊടപിടിക്കത്തില്ല. പക്ഷേ ഈ ലോകം സഭയിലേക്ക് കയറുമ്പോൾ അതൊക്കെ വരുന്നുണ്ടാകാം. പക്ഷേ അതെല്ലാം ദൈവവചനത്തിൻ്റെ ഈ മൂല്യങ്ങൾക്കനുസരിച്ച് സ്വീകരിക്കപ്പെടാതെ പോകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസികളെ വളർത്തിയെടുക്കുവാൻ പ്രത്യേകമായ വിവേകവും പരിജ്ഞാനവുമുള്ള വിദഗ്ധരായി മാറണം. വിശ്വാസികളെ വളർത്തിയെടുക്കുന്നതിൽ പരിജ്ഞാനമുള്ളവരായി മാറണം. അല്ലേ? പൗലോസ് ഇങ്ങനെ പറയുന്നു, ക്രിസ്തുയേശുവിനുള്ള പരിജ്ഞാന നിമിത്തം ഞാൻ എന്ത് ചെയ്തു? എല്ലാം ഛേദമെന്നെണ്ണി. എന്നിട്ട് അതാണ് പഠിപ്പിക്കുന്നത്. ആ പരിജ്ഞാനത്തെ പഠിപ്പിക്കുവാൻ തൻ്റെ ജഡത്തിൻ്റെ ആ ചിന്തകളെയൊക്കെ ബലത്തോടെ മാറ്റി വെച്ചിട്ട് ജീവിതത്തിൽ ദണ്ണിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരനുഭവം നമ്മളവിടെ കാണുകയാണ്. സ്തോത്രം. അതുപോലെ സുവിശേഷന്മാർ ഒരു വായനഭാഗം എടുത്തിട്ട് അതിനെ സംബന്ധിച്ച് വിശദീകരണം കൊടുക്കുമ്പോൾ ഉപദേഷ്ടാക്കന്മാർ ചെയ്യുന്നത് എന്താണ്? അതിൻ്റെ ആ വചനത്തിൻ്റെ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൂടെ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടെ വിശകലനം ചെയ്ത ആഴത്തിലേക്ക് ഉള്ള കാര്യങ്ങളെ ഗ്രഹിപ്പിച്ചു കൊടുക്കുന്ന ശുശ്രൂഷ. ഇതാണ് അതിൻ്റെ വേർതിരിവ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നല്ല ഉപദേഷ്ടാവായിരിക്കുന്ന ആൾക്ക് ഒരു ഇടയൻ്റെ ഹൃദയം ഉണ്ടാകണമെന്നില്ല എന്ന് പറഞ്ഞല്ലോ. ഇടയൻ്റെ ഹൃദയം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ തന്നെ ഉപദേഷ്ടാവിൻ്റെ പാണ്ഡിത്യം ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അവരുടെ ആ ഓഫീസേഴ്സ് വേറിട്ട് അവർക്ക് ചെയ്യാനായിട്ട് അന്നേരമുള്ള കഴിവ് ദൈവം അവർക്ക് കൊടുക്കും. അതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇല്ലാത്ത ഒന്നുണ്ടെന്ന് നടിച്ച് പോകുന്നതിനേക്കാൾ ഉള്ളതിൽ കൃത്യതയോടെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലതായിട്ട് വരിക. ഒരിടയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ആട്ടിൻകൂട്ടത്തെ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്ന ഒരു ആട്ടിടയനോട് സാദൃശ്യപ്പെടുത്തിയ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ചോർത്തിക്കൊണ്ടു പോകാതെ, അല്ലേ, ചെന്നായി വന്ന് പിടിച്ചുകൊണ്ട് പോകാതെ ഉപദേശത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ കഴിയുന്ന അവർ വേണ്ട നിലയിൽ വേണ്ട സമയത്ത് ആവശ്യമായ വചനത്തെ കൊടുത്ത് അവനെ ഉറപ്പിക്കുവാൻ കഴിയുന്നവനാണ് ഇടയനെന്ന് പറയുന്നത്. അപ്പോൾ ഇടയൻ്റെ പ്രാഥമിക ചുമതല ഇടയനെന്ന നിലയിൽ സ്നേഹത്തോടെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുക എന്നുള്ളതാണ്. സ്നേഹത്തോടെ ആട്ടിൻകൂട്ടത്തെ കർത്താവ് ഇങ്ങനെ കണ്ടല്ലോ, അല്ലേ, പറയുന്നുണ്ടല്ലേ, തെറ്റിപ്പോയ ഒന്നിനെ 99 മാറ്റി നിർത്തിട്ട് അവനെ പോയിട്ട് സ്നേഹത്തോടെ, 99 സ്നേഹമില്ലാഞ്ഞിട്ടല്ല, അതിനെയും തലോടും, ഓരോന്നിനെയും ദിവസം വൈകുന്നേരം തലോടും, അല്ലേ, ഇറക്കി വിടുമ്പോഴും നോക്കും, കൈയൊക്കെ പിടിത്തൊട്ടാ വിടുന്നത്. അവൻ്റെ ആണല്ലോ മുതൽ, അവൻ സ്നേഹിക്കുന്നതാണല്ലോ. നഷ്ടപ്പെട്ടു പോയതിനെയോ തോളിലേറ്റി കൊണ്ടുവരുന്ന അനുഭവമുണ്ട്. ഈ നിലകളിൽ സൂക്ഷിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഇടയന്മാരുടെയും ഉപദേഷ്ടാക്കന്മാരുടെയും പ്രവർത്തനം വ്യത്യസ്തമാണെങ്കിലും അടുത്ത ബന്ധമുള്ളവയാണത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവികമായ നിലകളിലൊക്കെ ഒരു സ്വാഭാവിക കഴിവുകൊണ്ടൊക്കെ പലതും ചെയ്യാനായിട്ട് ഒരുപക്ഷെ കഴിയുമെങ്കിലും ഈ പറയപ്പെട്ട ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. അതില്ലാതെ പറ്റത്തില്ല. ഒരു ലോകപരമായ കഴിവുകൊണ്ടൊന്നും ഒരുപക്ഷെ ഒരു രീതി ലോകം അംഗീകരിക്കുന്ന രീതിയിൽ ഒരു പ്രസംഗമൊക്കെ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മളീ പറയുന്ന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ആഴങ്ങളിലേക്ക്, അവരുടെ മനസാക്ഷിയിലേക്ക് കടന്നു ചെന്ന് പ്രവർത്തിപ്പാൻ കഴിയുന്ന ശുശ്രൂഷകളിലേക്ക് പോകണമെങ്കിൽ ദൈവകൃപ ഇല്ലാതെ പറ്റത്തില്ല. രക്ഷിക്കപ്പെടാത്ത ഒരുത്തന് ഒരു ശുശ്രൂഷകനാകുവാനുള്ള അവകാശമില്ല, ആകത്തുമില്ല. രക്ഷിക്കപ്പെട്ടവൻ മാത്രമേ ഇതിലേക്ക് ആ രീതിയിൽ കടന്നു വരാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ പ്രത്യേക കൃപ ലഭിക്കാത്തവനും ക്രിസ്ത്യാനിയാണെന്ന് പേര് പറഞ്ഞുകൊണ്ട് കാര്യം പ്രത്യേകമായ കൃപ ലഭിച്ചവനാകണം. അതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാകണം. അത് തിരിച്ചറിയുവാനുള്ള കരുത്ത് ശുശ്രൂഷകന്മാർക്കും ഉണ്ടാകണം. ആ നിലയിൽ അവരെ വളർത്തിയെടുക്കുവാനുള്ള ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരണം. അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യന് അസാധ്യമായി ചെയ്യുവാനായിട്ട് ആത്മാവിൻ്റെ ദാനം അവരെ കഴിവുള്ളവരാക്കി തീർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിടെ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത് അതുവരെ പഴയ നിയമകാലങ്ങളിൽ ഇല്ലാതിരുന്നൊരു ശുശ്രൂഷ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പരിപാലനം പഴയ നിയമകാലത്തുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ സകല ആവശ്യങ്ങളും ദൈവിക പദ്ധതി പ്രകാരം നിവർത്തിക്കുന്ന ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകന്മാരെ നമ്മളിവിടെ കാണുന്നത്. വിശ്വാസികളെയും അങ്ങനെയാണ് കാണുന്നത്. അവരും ദാനം ലഭിച്ചവർ, അവർക്കുണ്ട് ഓഫീസേഴ്സ്, അവർക്കുണ്ട് ശുശ്രൂഷകൾ. പക്ഷേ അവരെ അതിലേക്ക് നയിക്കുവാൻ ഒരു മേൽക്കൈയോടെ ദൈവം തിരഞ്ഞെടുത്തവരാണ് ദൈവത്തിൻ്റെ ദാസന്മാർ. അവരുടെ പേര് വിവരങ്ങൾ നമ്മൾ നേരത്തെ കേട്ടല്ലോ. അവരെ ആക്കി വച്ചിരിക്കുന്ന ഭവനത്തിലൊക്കെയും അവർ വിശ്വസ്തന്മാരായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മോശയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുകയാണ്. എബ്രായർ 3:3 ഇങ്ങനെ എഴുതിയിരിക്കും, മോശ തന്നെ ആക്കി വെച്ച ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ നിയമിച്ചാക്കുവിന് വിശ്വസ്തനായിരുന്നു.
നമ്മൾ ആ യേശുവിൻ്റെ ശിഷ്യന്മാരായ കർത്താവ് വിളിച്ചുവെങ്കിൽ, ആ യേശുവിൻ്റെ ശുശ്രൂഷകന്മാരെ ദൈവം നമ്മളെ ആക്കി വെച്ചെങ്കിൽ, നമ്മളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വസ്തതയുള്ള ഒരു ശുശ്രൂഷയാണ്. ഒരു വിശ്വാസിയായിട്ടാണെങ്കിൽ ആ വിശ്വാസിയുടെ വിശ്വസ്തത നമ്മൾ അതിൽ പുലർത്തണം. ഏത് ശുശ്രൂഷ മണ്ഡലങ്ങളിലാണോ ആ ശുശ്രൂഷകനായിരിക്കും ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, ആ ഒരു വിശ്വസ്തത തിരിച്ചറിഞ്ഞ് കൊടുക്കുവാൻ പ്രാപ്തിയുള്ളവനാണ്. അപ്പോഴാണ് അവിടെ ചെല്ലുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് ഇങ്ങോട്ട് കടന്നു വന്നിട്ട് നമ്മുടെ തോളത്ത് കരം വെച്ച് തട്ടിക്കൊണ്ട് നല്ലൊരു വിശ്വസ്തനുമായ ദാസനെ എൻ്റെ പിതാവിന് യജമാൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത്. ഹല്ലേലൂയ, കർത്താവ് കാത്തു നിൽക്കുകയാണ്. ഭൂമിയിലെ നമ്മുടെ അധ്വാനത്തെയൊക്കെ അവൻ കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കർത്താവിനെ എതിരേൽക്കാൻ നമ്മുടെ ലേഖനത്തിലേക്ക് എതിരേൽക്കപ്പെടുമ്പോൾ കർത്താവ് കാത്തു നിൽക്കുകയാ, ഓരോരുത്തരെയും ചുംബനം ചെന്ന് ഹഗ് ചെയ്ത് സ്വീകരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട്. അന്ന് ചോദിക്കും, നമ്മുടെ കാതുകളിൽ ആ ചേർന്ന സമയം ചോദിക്കും, മോനെ എങ്ങനെയിരുന്നു ഭൂമിയിലെ ശുശ്രൂഷയും ജീവിതവുമൊക്കെ? നന്നായിരുന്നു എന്ന് പറയുവാൻ കർത്താവിനോട് കള്ളം പറയാൻ പറ്റത്തില്ലല്ലോ. അത് കർത്താവ് കാണുന്നത് പോലെ, നമ്മൾ വിചാരിക്കുന്ന പോലെ പറഞ്ഞാൽ കർത്താവ് കാണുന്നതിന് വ്യത്യസ്തമാണെങ്കിൽ തെറ്റിപ്പോകാനിടയായി. നമ്മളെ കഴിയുന്നിടത്തോളം, ഒരുപക്ഷെങ്കിൽ 100% വരത്തില്ല, എങ്കിലും നമ്മൾ കഴിയുന്നിടത്തോളം ആ കർത്താവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന ആ അവസ്ഥയ്ക്കൊത്തവണ്ണം വിശ്വസ്തയോടെ പോകുവാനായി ലോകമെന്തും പറയട്ടെ, പക്ഷേ നമ്മുടെ ഉള്ളിൽ ദൈവവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിൽ ആ വിശ്വസ്തതയിലായിരിക്കാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിശ്വസ്തദാസന്മാരെന്നുള്ള പേര് പിള്ളിക്കേൾപ്പാനായിട്ട് നമുക്കിടയായത്. അതാണ് നമുക്ക് ആവശ്യം, മറ്റൊന്നുമില്ല. ലോകത്തിൽ നമുക്കൊന്നും ലഭിച്ചില്ലെങ്കിലും, ശ്രേഷ്ഠമായതൊന്നും ഒരുപക്ഷെ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും, അതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ്. മണ്ണുകൊണ്ട് കെട്ടിയതും മരം കൊണ്ട് കെട്ടിയതും മറ്റുമൊക്കെ ചൂള പോലെ കത്തിപ്പോകുന്ന വിശ്വസ്തയോടെ ദൈവരാജ്യത്തിന് വേണ്ടി പണിത് നിലനിൽക്കും. ഹാലിയ നമ്മൾ നിസ്സാരമെന്ന് തള്ളിക്കളയുന്ന ചില ശുശ്രൂഷകന്മാർ നമ്മേക്കാൾ ശ്രേഷ്ഠന്മാരായി ശോഭിക്കുന്നത് കാണുവാൻ, നക്ഷത്രത്തിലെ ജ്യോതിസുകളെപ്പോൾ ശോഭിക്കുന്ന ഒരു നിമിഷം നമ്മുടെ മുമ്പിലുണ്ട്. പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലേ, ഞാൻ നല്ല ഓട്ടം ഓടി, അല്ലേ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം ഓടി, വിശ്വാസം കാത്തു, ഇനി ജീവൻ്റെ കിരീടം എനിക്കായി വെച്ചിരിക്കുക. എനിക്ക് മാത്രമല്ല, ഈ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അതുകൊണ്ട് നമുക്കും അപ്രകാരം ഒരു കിരീടമുണ്ട്, പ്രതിഫലമുണ്ട്. നല്ലവന് വിശ്വസ്തമായ ദാസനെ എന്നൊരു വിളി നമുക്ക് അവശേഷിക്കുന്നുണ്ട്. അതിലേക്ക് വിശ്വസ്തയോടെ നമുക്ക് മുന്നേറാം. കർത്താവിനായി നമ്മളെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ എനിക്ക് അവസരം തന്ന ദൈവദാസന്മാർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്നെ കേട്ട എല്ലാവരോടും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു വാക്കുകൂടെ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ആ അവസ്ഥ കർത്താവെ, അതെന്തെന്ന് തിരിച്ചറിയുവാൻ, ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ അവൻ്റെ സ്വഭാവം എന്തെന്ന് തിരിച്ചറിയുവാൻ, വിശ്വാസത്തിലാണെങ്കിൽ അങ്ങനെ, കർത്താവ് ശുശ്രൂഷയിലാണെങ്കിൽ അങ്ങനെ, കർത്താവിന് വേണ്ടി പ്രശോഭിപ്പാനായിട്ട്, വിശ്വസ്തതയുള്ളവരായി നിൽപ്പാനായിട്ട്, പ്രശോഭിപ്പാനായിട്ട്, ഒന്നിലും കുറവില്ലാത്തവരായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. മാനുഷികമായ കുറവുകളൊക്കെ ഞങ്ങൾക്കെല്ലാം ഉണ്ട് കർത്താവെ. ദൈവം അത് പരിഹരിപ്പാൻ, ഞങ്ങളെ കുറവ് തീർക്കുന്ന കർത്താവ് അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ. അവിടുത്തെ ഉള്ളം കരങ്ങളിലാണല്ലോ അപ്പാ ഞങ്ങൾ ഇരിക്കുന്നത്. ഞങ്ങളെ ഒന്ന് മെനയണമേ, ഞങ്ങളെ ഒന്ന് പണിയണമേ, ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ കർത്താവേ. കഴിഞ്ഞ നാളുകളിലൂടെ ഞങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലൊക്കെ വന്നുപോയ പിഴവുകളെ ഒന്ന് തിരുത്തി കർത്താവ് ഞങ്ങളെ ആക്കിവെച്ച ആദർശനത്തിനും വിളിക്കും ഒത്തവണ്ണം ഞങ്ങൾ മുന്നോട്ട് വരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ കർത്താവേ. ആരെങ്കിലും രോഗികളായി കർത്താവേ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങളോർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷാ കരങ്ങൾ അവരെ തൊട്ട് ഇന്ന് രാത്രി സൗഖ്യമാക്കണം, ഇന്ന് രാത്രി ബലപ്പെടുത്തണം കർത്താവ്. കേൾക്കപ്പെടുന്ന ഇത് വചനം മുഖാന്തരം അനേകർ ഒന്നുകൂടെ ശക്തീകരിക്കപ്പെടുവാൻ, ബലപ്പെടുവാൻ, കർത്താവിൻ്റെ ഹിതത്തിനൊത്തവണ്ണമായി തീരുവാൻ അടിയനെയും സഹായിക്കണമേ. ഞങ്ങൾ ആരും ചതിക്കപ്പെട്ടു പോകാനിടയാകരുതേ. കർത്താവിൻ്റെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നതോടെ കേൾക്കുമാറാകണമേ. ആമേൻ. Praise the Lord.